ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിഹഖ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി അടക്കമുള്ള പണ്ഡിതന്മാരുടെ പിതാവ് അടക്കമുള്ള മഹാന്മാരായ ഉമറാക്കളെ, നേതാക്കളെ, സ്നേഹനിധികളായ ഈ പരിപാടിയിൽ സാധാരണയായി ഒത്തുകൂടാറുള്ള മുഅ്മിനുകളായ അള്ളാഹിനെയും അള്ളാഹിൻ്റെ ഹബീബിനെയും സ്നേഹിക്കുന്ന വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു തആല അള്ളാഹിൻ്റെ പൊരുത്തത്തിലും താഴത്തിലും അള്ളാഹു നമ്മളെയൊക്കെ ആക്കി തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് അല്ലാഹു തആല മാപ്പ് ചെയ്തു തരട്ടെ. പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. ദുന്യവിയും ഉഖ്റവിയുമായ പ്രയാസങ്ങളെ അല്ലാഹു തആല ഒഴിവാക്കി തരട്ടെ. മശഖത്തുകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്ന ആളുകളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിക്കട്ടെ. ഈ കൂടിയ എല്ലാവരുടെയും മാതാപിതാക്കൾക്കും നമുക്കും ഭാര്യ സന്താനങ്ങൾക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ. എല്ലാവരെയും അല്ലാഹു ഫിർദൗസുൽ അലയിൽ മുത്ത് റസൂൽ മുസ്തഫ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ നിലയിലും അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. എല്ലാ നിലയിലും അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും അല്ലാഹു തുറന്നു തരട്ടെ. എല്ലാ മശഖത്തും അല്ലാഹു നീക്കി തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹു ഒഴിവാക്കി തരട്ടെ. ആരോഗ്യവും സൗഖ്യവും അല്ലാഹു നമുക്ക് നൽകട്ടെ. മുസീബത്തുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ വരാതെ കാത്ത് രക്ഷിക്കട്ടെ. വന്നവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. വന്നവർക്കൊക്കെയും അല്ലാഹു ശിഫ നൽകട്ടെ. മുസീബത്തിൻ്റെ രോഗം വന്നവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. ഈ നാടിലും ഈ നാട്ടിൽ നിന്ന് മരിച്ചവരിലും അല്ലാഹു പ്രത്യേക ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിലെ സകല വീടുകളിലും അല്ലാഹു തആല പ്രത്യേക റഹ്മത്ത് ചൊരിഞ്ഞു തരട്ടെ. പ്രത്യേക ഖൈർ നൽകട്ടെ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും ചൊരിഞ്ഞു തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക. ബഹുമാനമുള്ള മണികൾ, നമ്മൾ വളരെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുന്നത്. ലോകത്ത് ഏറ്റവും മോശപ്പെട്ടവരായി ജീവിച്ചിരുന്ന ഒരു ജനത, കുടുംബ ബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ജനത, ധാർമ്മികമായ നിലക്ക് കൽപ്പിക്കാത്ത ജനത, അർഹരായ ആളുകൾക്ക് അനന്തര സ്വത്ത് ഒരു നിലക്കും കൊടുക്കുകയില്ല എന്ന് വാശി പിടിച്ചിരുന്ന ഒരു ജനത, സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടുക എന്ന ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തെറ്റ് ചെയ്തിരുന്ന ഒരു ജനത, എല്ലാ നിലയിലും ഇരുട്ട് മൂടിയ ഒരു ജനത. വഅഹ്യാനൻ നജൂറു അലാ അഖീനാ ഇദാ ലം നജിദ് ഇല്ലാ അഖാന. ഒരു ദിർഹം സ്വന്തം സഹോദരൻ്റെ കയ്യിലാണെങ്കിൽ അവനെ കൊന്നും ഞങ്ങളത് കവർന്നെടുക്കുമായിരുന്നു എന്ന് പാട്ടുപാടിയിരുന്ന ഒരു ജനത. ആ ജനത ഒരു മനുഷ്യനെ അറ്റമില്ലാതെ സ്നേഹിച്ചത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങളാണ്. പൊളിഞ്ഞു പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ
അടിസ്ഥാനത്തിൽ തൊടാത്ത രൂപത്തിലുള്ള ചില സ്നേഹപ്രകടനങ്ങൾ കൊണ്ടുവന്നാലുള്ള പ്രശ്നം എന്തെന്നാൽ അടിസ്ഥാനവുമായി അതിന് ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. ഇപ്പോൾ പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതൊരു പുതിയ ട്രെൻഡാണ്, ഒരു ഫാഷൻ. എല്ലാ ഫാഷൻ്റെ പിന്നിലും ഇബ്ലീസിനൊരു സ്വാധീനം ഉണ്ടാവും. ലഅനത്തുല്ലാഹി അലൈഹി. സദസ്യരൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല ഒരു പ്രഭാഷണത്തിൻ്റെ മർമ്മം. മനുഷ്യൻ്റെ തിന്മകളെ വിഭാടനം ചെയ്യുക എന്നതാണ്. പുതിയ ലോകം ഒരു പുതിയ ട്രെൻഡിലാണ്. എല്ലാവർക്കും നബി സ്നേഹമാണ്. രാവും പകലും പ്രവാചക സ്നേഹം, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇതൊന്നും അടിസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്ത കളികളാണ്. ഇതിനൊക്കെ ഒരു ഫാഷനപ്പുറം നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല. അതൊരു ഇപ്പിമുടി പോലെയാണ്. ജനങ്ങളെപ്പോഴും കൗതുകത്തിൻ്റെ പിന്നാലെ ഓടും. ജനങ്ങൾക്ക് വേണ്ടത് കൗതുകമാണ്. ഫിറഔന്റെ കൗതുകത്തിൻ്റെ പിന്നാലെ നടന്നിരുന്ന ജനത മൂസ വന്നപ്പോൾ മൂസാന്റെ പിന്നാലെ കൂടി അലൈഹിസ്സലാം. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൗതുകത്തിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാമിരി വന്നത്. അപ്പോൾ ജനങ്ങൾ മൂസാനെ ഒഴിവാക്കി സാമിരിയുടെ പിന്നാലെ കൂടി. ലഅനത്തുല്ലാഹി അലൈഹി. ഈ ജനത ഒറ്റ ജനതയാണത്, രണ്ട് ജനതയല്ല. ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ഒരു തരം കൗതുകം മാത്രമാണ്. ഈ കൗതുകത്തെ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡൊക്കെ അടുത്ത ഒരു 10 കൊല്ലത്തിനുള്ളിൽ പൊളിഞ്ഞ് പാപ്പറാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനൊന്നും ഒരു നിലനിൽപ്പും ഭൂമിയിലുണ്ടാവില്ല. നമ്മൾ കെട്ടിപ്പൊക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവാചക സ്നേഹം, നമ്മൾ തന്നെ അതിനുള്ള എല്ലാം നമ്മൾ രചിക്കുക, എന്നിട്ട് നമ്മൾ ആ നിലക്കുള്ളൊരു പ്രവാചക സ്നേഹം കാണുക, അടിസ്ഥാനവുമായി അതിന് ഒരു ബന്ധവുമില്ലാതിരിക്കുക. ഇതൊക്കെ നിലനിൽപ്പില്ലാത്ത പ്രവാചക സ്നേഹങ്ങളാണ് എന്ന്. അതിന് കൂലി കിട്ടൂല എന്നൊന്നും എനിക്കറിയൂല. കൂലി കൊടുക്കുന്ന ആൾ ഞാനല്ലല്ലോ. നമ്മൾക്ക് വളരെ നമ്മൾ ചിന്തിക്കണം. ഇത് ചിന്തിക്കേണ്ടതാണ്. ജനം എന്ന് പറഞ്ഞാൽ കൗതുകമാണ്. ജനങ്ങൾക്ക് മുഅ്മിൻ കൗതുകത്തിൻ്റെ ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, ഫിറഔനെ കൗതുകമാക്കി നടന്നിരുന്ന ജനതയെ, അതേ ജനത പിന്നെ മൂസാന്റെ പിന്നാലെ കൂടി അലൈഹിസ്സലാം. ആ കൗതുകത്തിന്റെ പിന്നാലെ നിൽക്കുമ്പോഴാണ് മൽഊനായ സാമിരി വരുന്നത്. അപ്പോൾ അവര് സാമിരിയുടെ പിന്നാലെ കൂടി. സാമിരി തകർന്നു പിന്നെയും മൂസാന്റെ പിന്നാലെ തന്നെ കൂടി അലൈഹിസ്സലാം. അതിനിടയിൽ ഖാറൂൻ വന്നപ്പോൾ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അളീം. ഇതേ ജനത നഫ്സു ശൈ തന്നെ, ഒരേ ജനത, ഒരൊറ്റ ജനത. യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അളീം എന്ന് മൂസാ നബിയുടെ അണിയിൽ നിന്നുകൊണ്ട് ഈ വിഡ്ഢികൾ പറഞ്ഞു. ജനം കൗതുകത്തിന്റെ പിന്നാലെ ഓടും. മുഅ്മിനും ഹബീബായ നബിയും തമ്മിലുള്ള ബന്ധം കേവലം കൗതുകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോവുക? ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജനത, ഒരു ബന്ധത്തിനും വിലയില്ലാത്തൊരു ജനത. ആ ജനത ഒരു മനുഷ്യനെ സ്നേഹിച്ചത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഇരുട്ടിനെ ഈ മനുഷ്യന്റെ വ്യക്തിമഹത്വം കൊണ്ട് നീക്കി. അപ്പോൾ അവരിൽ എല്ലാ ജഹാലത്തും പൊടിഞ്ഞ് തകർന്ന് വെയിൽ വന്നപ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ മഞ്ഞിന്റെ കണങ്ങൾ എങ്ങനെ ഉരുകിത്തീർന്നോ അതുപോലെ ജാഹിലിയത്ത് അവരുടെ ഖൽബിൽ നിന്ന് ഉരുകിപ്പോയി. അപ്പോൾ മാകാന ബൈനഹും വബൈന നബിയിൽ മുസ്തഫ ഹായിലുൻ, ഒരു മറയും അള്ളാഹുവിന്റെ റസൂലും അവർ തമ്മിലില്ലാതെ. അപ്പോൾ അവർ ഫിത്രത്തു സലീമയിലെത്തി. അവർ നബിയെ സ്നേഹിച്ചു. അവിടേക്ക് നമ്മൾ എത്താത്ത കാലത്തോളം ഈ കാട്ടിക്കൂട്ടന്റെ പിന്നാലെ നടക്കുന്നല്ലാതെ ഒരു ഫലവും ഇതില്ല. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് എന്തിന് ഭൂമിയിൽ വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജും മുനീറാണ്. നമ്മൾ ചിന്തിക്കണം. وداعيا إلى الله بإذنه
وداعيا إلى الله بإذنه وسراجا منيرا. وداعيا إلى الله بإذنه وسراجا منيرا. സിറാജു അല്ല, സിറാജ് മുനീർ, പ്രകാശം വെച്ചു കൊടുക്കുന്ന സിറാജ്. നൂറുമാണ്, മുനീറുമാണ്. وداعيا إلى الله بإذنه وسراجا منيرا. وداعيا إلى الله بإذنه وسراجا منيرا. മുഹമ്മദ് മുസ്തഫ സിറാജാണ്. എങ്ങനത്തെ സിറാജാണ്? മുനീറാണ്. മുനീറാകുമ്പോഴുള്ള ഗുണം ഒരു ഷായിബത്തും മിനൽ ജഹാല ഔ ഷായിബത്തും മിനൽ ളുൽമ, ഒരു അല്പം പോലും ഇരുട്ട്. പിന്നെ ആ മുനീറിന്റെ മുന്നിൽ നിന്നാൽ ഒരല്പം പോലും ഇരുട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പൂർണ്ണമായും റസൂലുള്ളാഹിക്ക് വിധേയരായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബിയെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, അവർ പൂർണ്ണ നിലക്ക് മാറി. നമ്മൾ ഒരിക്കലും മാറാൻ തയ്യാറില്ല. നമ്മൾ നബി സ്നേഹം കൊണ്ട് ഓട്ടടക്കുകയാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ അവർ കണ്ണു പൊട്ടാൻ വേണ്ടി ദ്വാരുന്നില്ലേ എന്ന് നമ്മൾ പറയും. പക്ഷെ അതേ ജനത സ്വന്തം സമ്പത്തിൻ്റെ പകുതി ഒരു നാടും വീടും അറിയാത്ത ആൾക്ക് കൊടുത്തു എന്നത് നമ്മൾ മറക്കുകയാണ്. അതേ ജനതയാണത്, അതേ ജനത. അവർ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് മോമിനാകാൻ നോക്കല്ല. അവർക്ക് പിന്നെ എങ്ങനെ നബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? എന്തുകൊണ്ട്? അവരെ അടിമുടിയും ഇങ്ങനെ മാറ്റിയ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ വേറെ ഇല്ല. അപ്പൊ ഒരു ശുക്രാണ്. അവരങ്ങോട്ട് മാറി, എല്ലാ നിലയിലും മാറി. സ്വന്തം ഏട്ടനെ ഒരു ഉറുപ്പികക്ക് വേണ്ടി സ്വന്തം ഏട്ടനെയോ അനുജനെയോ ആക്രമിച്ചിരുന്ന ഒരു ജനത. വിവാഹത്തിനേക്കാൾ വിവാഹേതര ബന്ധങ്ങൾക്ക് അതിനായിരുന്നു വില കൽപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ജനത, രാവും പകലും മദ്യപിച്ചിരുന്ന ഒരു ജനത, ആരാന്റെ ഹക്ക് മാത്രം വാങ്ങിയിട്ട് അതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു ജനത. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. അവരുടെ ഉപജീവന മാർഗമാണ്. എന്താ ഉപജീവന മാർഗം? രാത്രി ഇങ്ങനെ അതിശയിക്കണം. അവർ കുതിരയെ ഓടിച്ചു. ഒരു ഗ്രാമത്തെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. സീൽക്കാരത്തോടുകൂടെ കിതച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ആരാ കുതിരപ്പുറത്ത്? ഈ അറബികളാ പിന്നെ സ്വഹാബിയാര്. സീൽക്കാരത്തോടെ കുരച്ചൂടെന്നാൽ കുതിരപ്പുറത്തിരിക്കുന്ന നിപുണനായ ഓടിക്കുന്ന യാത്രക്കാരൻ രണ്ട് കാലുകൊണ്ടും അടിവയറ്റിൽ ഇങ്ങനെ ചവിട്ടുന്നതിനനുസരിച്ച് എന്നിട്ട് വലിച്ചു പിടിക്കും. കടിഞ്ഞാൻ അതിനനുസരിച്ച് വാശി കൂടും. അടിക്ക് നല്ല വേദന കിട്ടും. ആ വാശിയിൽ അത് ശക്തമായി ഓടുമ്പോൾ അതിനൊരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. ഒരു മണി കിളുമ്പോൾ ഒച്ച. ഇങ്ങനെ ഒച്ചയുള്ളൊരു ജീവി ലോകത്ത് വേറല്ല. ആരെ പോലെ? അതുകൊണ്ടാണ് സീൽക്കാരത്തോടുകൂടെ കിതച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ആരെ കുതിരപ്പുറത്ത്? അറബി. ഈ അറബിയാണ് പിന്നെ സ്വഹാബിയാവുന്നതിന് മുമ്പുള്ള അവരുടെ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടത്തിന്റെ വേഗത കാരണം ലാടം കെട്ടിയ കുളമ്പ് കല്ലിൽ അടിച്ചിട്ട് തീ പറത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഭയങ്കര സ്പീഡിലൂടെ. അപ്പോൾ കുളമ്പിൽ ലാടം കെട്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ലാടം ഈ അറബ് നാട്ടിലെ കൂർത്ത കല്ലിലൂടെ ഓടല്ലേ. അങ്ങനെ ഓടുമ്പോൾ ഈ സ്പീഡിൽ ഇങ്ങനെ ഓടുമ്പോൾ സ്വാഭാവികമായും ഈ ഇരുമ്പ് ഒരു സെക്കൻഡ് ഒന്നും ഉണ്ടാവില്ല. ഒരു സെക്കൻഡിൻ്റെ അല്പഭാഗം കൊണ്ട് ഒരു കല്ലിന് അടുത്ത കല്ലിലേക്ക് ചാടുമ്പോൾ സ്വാഭാവികമായി ഒരു തീൻ്റെ സ്പാർക്ക്നെസ് വരും. ഈ വാക്കിൽ നിന്ന് ഒരു ഉള്ളർത്ഥം കൂടിയുണ്ട്. കുതിരയെ ഓടിക്കുന്നത് രാത്രിയാ. എന്തുകൊണ്ട്? ലാടം വെച്ച കാലിൽ നിന്ന് തീ പറത്തുന്നത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ രാത്രിയാകണം. പരിസരത്തൊന്നും വിളിച്ചുണ്ടാവാനും പാടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളർത്താണ്. ഹൈ സ്പീഡിൽ ഓടിക്കാം. ഫൽമുരിയാത്തി ഖദ്ഹൻ ഫൽമുഗീറാത്തി സുബ്ഹൻ. സുബ്ഹ് നേരത്തെ അവർക്ക് കവർച്ചക്കെത്തണം.
ഏതെങ്കിലും ഒരു ഗ്രാമം അവർ കണ്ടുവച്ചിട്ടുണ്ടാവും. ആ ഗ്രാമത്തിൽ പോകും. എന്നിട്ടോ അവിടെയുള്ള ആണുങ്ങളെ മുഴുവനും അവർ കൊന്നുകളയും, പെണ്ണുങ്ങളെയും കുട്ടികളെയും മുഴുവനും അവർ അടിമയാക്കും. റേപ്പ് ചെയ്യും, തോന്നിയാസം ചെയ്യും. ആണും കുട്ടികളെയും പെൺകുട്ടികളെയും മുഴുവനും അവർ അടിമകളാക്കും. സമ്പത്ത് മുഴുവനും കൈക്കലാക്കും. പൊടിപടലണ്ട് ഉയർത്തും. അതിരാവിലെ ആവുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഗ്രാമവാസിക്ക് കഴിയില്ല. പെട്ടെന്ന് കുതിര വന്നിട്ട് ഇങ്ങനെ ചുറ്റും. അതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും പോലെ പിടിച്ചു പോരും. ഈ ജനങ്ങളാണ് പറയേ സ്വഹാബത്ത്. ഈ ജനതയിൽ പലരും പിന്നെ സ്വഹാബിയായി. അവരാരാ? അവര് പിന്നെ ആരാന്ന് ചോദിച്ചാൽ സമ്പത്തും കൊണ്ട് നടക്കുക. ഒരാളെ നിങ്ങൾക്ക് സമ്പത്ത് തരാൻ പൂതിയുണ്ട്, നിങ്ങൾ കുഴങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് സമ്പത്ത് തരാൻ വേണ്ടി 2 വഴിയുണ്ട്. ഒന്നിരിക്കൽ നിങ്ങളെ വീട്ടുവാതിൽക്കൽ രാത്രി കൊണ്ട് നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന നേരത്ത് നിങ്ങളെ തലൻ്റെ അടുത്ത് യാത്രക്കാരനാണെങ്കിൽ വെച്ചു പോകും. എന്തുകൊണ്ട്? ആ സമ്പത്ത് നിങ്ങൾക്ക് തന്നതിൻ്റെ ഒരു നന്ദി പോലും നിങ്ങൾ എന്നോട് കാണിച്ചാൽ ആ നന്ദി എൻ്റെ പരലോകത്തെ കൂലി കുറച്ചു പോകുമോ എന്ന ഭയം. ഇതാണ് മുഹമ്മദ്. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഇവിടേക്കൊന്നും എത്താതെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് ഗുലാബി ഉണ്ടാക്കി കുടിച്ച് നമ്മൾ നബിനെ സ്നേഹിച്ച് നടക്കുക. അതിനൊക്കെ കുതിര വിടുക എന്ന് പറയും. ഈ കുതിര വിടലിനൊന്നും യാതൊരു വായനയില്ല. നമ്മൾ മാറണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, ഒന്നും വിചാരിക്കരുത്. ഇനിയിപ്പം നല്ലൊരു നാശകം പോണ കാലമാണ്. ഇനിയുള്ള സമാനിൽ നല്ലൊരു നാശകം. എന്തുകൊണ്ട് നല്ലൊരു നാശവും? നന്നായിട്ടില്ല, നന്നായി എന്ന് തോന്നുക. 10 സ്വലാത്തില്ലുമ്പോക്കിന് ഓരോരുത്തർക്കും തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പുള്ള അറബികളെ മനസ്സ് അപ്പോഴാണ് നമ്മളെ മനസ്സ്. സ്വലാത്ത് മാത്രം ചെല്ലും, അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് സ്വലാത്തില്ലും. നമ്മളെ കൊണ്ട് സ്വലാത്തില്ലിപ്പിക്കാനല്ല മുത്തുനബി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് നമ്മൾ സ്വലാത്തിലേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ സ്വലാത്തിലേണ്ട ആവശ്യം അല്ലാഹുവിൻ്റെ റസൂലിന് ഇല്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി കൈഫ യഹ്താജു ഇലാ സ്വലാത്തിൽ ഇബാദി യുസല്ലി അലൈഹി റബ്ബുഹു തബാറക വതആല വഹുവ ഗനിയ്യുൻ അൻ സ്വലാത്തിൽ ഇബാദ് لأن خالقه تعالى يصلي عليه. സ്വന്തം സൃഷ്ടാവ് തന്നെ ഒരാളെ മേൽ സ്വലാത്ത് ഇല്ലാണെങ്കിൽ ആ ആൾക്ക് നിങ്ങളെ പോലത്തെ ഇന്നെ പോലത്തെ 4 സ്വലാത്ത് വേണം. وكيف يحتاج محمد إلى صلاة العباد يصلي عليه ربه من الأزل إلى الأبد وكيف يحتاج إلى صلاتك وهو غني عن صلاة العباد لأن خالقه تعالى يصلي عليه. ആയത്ത് പറഞ്ഞ സ്വലാത്ത് ചെല്ലിക്കോളി എന്നല്ല, ഇന്നല്ലാഹ. അള്ളാണ് പറയാ. നോണയുണ്ട് വായന വെക്കുക. അല്ല ഒന്ന് പറയാം, എന്നിട്ട് നമ്മൾ വേറെ നോണയാണ് വെക്കുക. എന്നിട്ടാണ് കാര്യം തന്നെ. ഇന്നല്ലാഹ മലായികത്തു. മലക്കൾ സ്വലാത്തില്ലെങ്കിൽ പറയും വേണ്ട. എത്ര ആളുണ്ടോല് ഈ ഭൂമിയിലുണ്ടായ മനുഷ്യന്മാർ, ഇഞ്ഞുണ്ടാകാൻ പോണ മനുഷ്യന്മാർ മുഴുവനും 100 വട്ടം എണ്ണിയാലും ഈ 100 ഇരട്ടിയാക്കിയാലും തീരാത്ത അത്ര ആളുകളുണ്ടാര്. മലക്കുകൾ അല്ല തന്നെ പറയുന്നുണ്ട്, അള്ളാന്റെ പട്ടാളമാകുന്ന മലക്കുകളെ എണ്ണം അള്ളാഹ്ക്കല്ലാത്തൊരാൾക്ക് കണക്കാക്കാൻ കഴിയൂല. സമുദ്രത്തിലെ തിരമാല എണ്ണിയാ തീർന്നാലും മലക്കുകൾ എണ്ണിയാ തീരൂല. ഒരൊക്കെ സ്വലാത്തില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ ഉള്ളുപൊള്ളയായ ഈ അജുവഫായ എൻ്റെ നിങ്ങളീ സ്വലാത്ത് എന്തിനാ മുത്തുനബിക്ക്? നമ്മളോടല്ല സ്വലാത്തില്ല പറഞ്ഞ യാ അയ്യുഹല്ലദീന യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ യാ അയ്യുഹല്ലദീന ആമനൂ. ഇജാദ്യം മൂമിനാകെ ഇങ്ങോട്ട് സ്വലാത്തില്ലേ, മൂമിനാകാൻ നോക്ക്. ഇങ്ങോട്ട് സ്വലാത്തില്ലേ. കുട്ടികളെ ഞങ്ങളോട് പറയുന്നത് അന്തം വിട്ട് നടക്കണ്ട. നമ്മളെ മനസ്സ് നമ്മൾ മാറ്റണം. അടിമുടി നമ്മൾ മാറാൻ തയ്യാറാകും. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ. എന്താണ് യാ അയ്യുഹല്ലദീന ആമനൂ? അത് മുനീറിന്റെ മുന്നിൽ നിൽക്കുന്നവൻ മൂമിനായി. അതിനാദ്യം നമ്മൾ മുനീറിന്റെ മുന്നിൽ പോയി നിൽക്കണം. മുനീർ നൂറാണ് കടത്തി തരും. നമ്മൾ മുനീറിനെ കാണുമ്പോൾ മാറും. സ്വലാത്തില്ല. وداعيا إلى الله بإذنه وسراجا منيرا.
داعيا إلى الله بإذنه وسراجا منيرا وسراجا منيرا وسراجا منيرا. അതിനായിട്ട് ഇവിടെ നന്നാകണം. ആദ്യം മനുഷ്യൻ നന്നാണ്ട് നെറ്റിയിലല്ല. നെറ്റിയിൽ നന്നായാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഉണ്ടാകുന്നേ ഉള്ളൂ, പടച്ചൊന്നും സ്വീകരിച്ചോളുന്നില്ല. അതല്ല അല്ലാഹു മുഹമ്മദ് മുസ്തഫാക്ക് നൽകിയ ആദ്യത്തെ സിഫത്ത് നെറ്റിയിൽ ഒരു തഴമ്പല്ല. അലം നശ്റഹ് ലക സദ്റക്, ഹൃദയം വെളിച്ചമായി. പരസ്പരമുള്ള വിദ്വേഷങ്ങൾ അവസാനിപ്പിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനോട് ഇന്ന് കാണിക്കുന്ന ശത്രുതകൾ അവസാനിപ്പിക്കണം. ഒരു പരിക്കമുണ്ട് വാങ്ങി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. കരയുന്നോലും മുഴുവനും മുഅ്മിനാണ് വിചാരിക്കണ്ട. അത് കുളിയാൻ കൂടുക, ബ്രഹ്മശിരസ്, ചേക്കുട്ടി പാപ്പ, ആലി ചൈത്താന് ഇവരൊക്കെ കൂടിയാലും മനുഷ്യന്മാർ കാര്യം. മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവും റസൂലും കൽപ്പിച്ചത് സ്വീകരിക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. അന്നെ അതാണ് ദീൻ. കരഞ്ഞാലും വേണ്ടില്ല, കരഞ്ഞിരുന്നാലുമല്ല. നമ്മുടെ സ്വഭാവം മാറ്റുക. മുത്തു മുഹമ്മദ് മുസ്തഫ എന്തിനാ വന്നത്? ഇരുട്ടുകൊണ്ട് ഓട്ടടക്കുക എന്നുള്ള പണി ഒഴിവാക്കണം. അള്ളാഹു റസൂലിന്റെ സ്നേഹം, ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം അള്ളാഹു റസൂലിനെ പകർത്തു. ആദ്യത്തെ പകർത്തൽ എവിടെയാ? ആദ്യത്തെ പകർത്തൽ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മഹത്വം അല്ലാഹുവിന്റെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മഹത്വം ഹൃദയത്തിന്റെ കനിവാണ്. ഹൃദയത്തിൽ കരുണയാണ് മുഹമ്മദ് മുസ്തഫ. കരുണയുടെ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ. ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് അല്ലാഹു ഇട്ടിറന്ന കരുണയാണ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കരുണയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകർത്തുകയാണെങ്കിൽ അയാൾ ആദ്യം പകർത്തേണ്ടത് കരുണയാണ്. ഒരാൾ അല്ലാഹുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യം പകർത്തേണ്ടത് കരുണയാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണം കരുണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഒരാൾ ഇസ്ലാമിലേക്ക് അല്ലാഹു അവന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്താൽ അവൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഹൃദയത്തിന്റെ എല്ലാ അഴുക്കും നമ്മൾ മാറ്റണം. പരസ്പരമുള്ള വിദ്വേഷങ്ങള്, പടലപ്പിണക്കങ്ങള്, ദേഷ്യം, ശത്രുത അതൊക്കെ ഒഴിവാക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിദ്വേഷങ്ങള് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഒരായുസ് മുഴുവനും നശിപ്പിക്കും. ഒരായുസ് ചെയ്ത അമല് മുഴുവനും ഒരു ഗീബത്തോണ്ട് നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ദുനിയാവിലെ ഏറ്റവും അപകടകാരിയായ സാധനം നാവാണ്. 1000 കൊല്ലം സ്വലാത്തിയല്ലത് ഒരൊറ്റ ഗീബത്തോണ്ട് നശിച്ചു ഇല്ലാതെ പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ആബിദാണ്, ഒരാൾ ഫാസിഖുമായി. ആബിദും ഫാസിഖും കണ്ടുമുട്ടിയപ്പോൾ ആബിദ് എന്ത് വിചാരിച്ചു? ആബിദ് എന്ത് പറഞ്ഞു ഫാസിഖിനോട്? യാ ഫാസിഖു ഇന്നക ലാ തദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞു. ഒരാൾ വലിയ ആബിദാണ്, വലിയ ഇബാദത്തുകാരനാണ്, ഒരാൾ തമ്മാടിയാണ്. അപ്പൊ ഈ ഇബാദത്തുകാരനായ മനുഷ്യൻ തമ്മാടിയെ കണ്ടപ്പോൾ പറഞ്ഞു ഇന്നക ലാ തദ്ഖുലുൽ ജന്ന, ഇജൊന്നും സ്വർഗ്ഗത്തിൽ കടക്കൂല. ഫയഖൂലുല്ലാഹ്, അപ്പൊ അല്ലാഹു പറയും മൻ അദിന ലക, നിന്റെ അടിമ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറയാൻ ശര അന അഹ്ബത്തു അമലക വഉദ്ഖിലുഹുൽ ജന്ന. നിന്റെ മുഴുവനും അമൽ ഞാൻ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് പൊളിച്ചു കളഞ്ഞ് ഓനെയാണ് സ്വർഗ്ഗത്തിൽ കടത്തുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബനു ഇസ്രായേലികളിൽ ഏറ്റവും മഹാനായ ഒരു വലിയുണ്ടായിരുന്നു.
ഏറ്റവും മോശപ്പെട്ട ഒരു തമ്മാടി ഉണ്ടായിരുന്നു. ഒരു നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു തമ്മാടി, ഏറ്റവും മഹാനായ ഒരു വലിയ ഉണ്ടായിരുന്നു. ആ വലിയ എന്ന് പറഞ്ഞാൽ കാന തുളില്ലുഹു അൽ ഒമാം, അയാൾ നടന്നു പോകുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ തണലിട്ടു. അത്രയും വലിയ വലിയ. അങ്ങനെ ഒരു ദിവസം ഒരു യാത്രയിൽ ഈ വലിയ മേഘം തണലിടുന്ന നട്ടുച്ച നേരത്ത് യാത്ര ചെയ്യാം. വലിയ മേഘം ഇങ്ങനെ തണലിട്ടിട്ട് പരിവാര സമേതം യാത്ര ചെയ്യാം. അപ്പോൾ മറുഭാഗത്തിലൂടെ യാത്രക്ക് വന്നു ആര്? തമ്മാടി. തമ്മാടി അങ്ങേ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്, വലിയ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. രണ്ടാളും അടുത്തത്ത് എത്തിയപ്പോൾ രണ്ടാളും എന്ത് ചെയ്തു? മുഖം തിരിച്ചു. വലിയ തമ്മാടിയെ നോക്കാതെ മുഖം തിരിച്ചു, തമ്മാടി വലിയ നോക്കാതെയും മുഖം തിരിച്ചു. എന്താ മുഖം തിരിക്കാനുള്ള കാരണം? വലിയ വിചാരിച്ച് ഇന്നൊരു അവലക്ഷണത്തിന് ദിവസം, ഇത്രയും മഹാനായ ഞാൻ ഈ ഒരു വൃത്തിയിട്ട ദിവസത്തിൽ ഇവനെയാണല്ലോ എനിക്ക് കാണേണ്ടി വന്നത്. ആരാലോചിച്ച്? ഈ തമ്മാടിനാണല്ലോ എനിക്ക് യാത്രയിൽ കാണേണ്ടി വരുന്നതെന്ന് വിചാരിച്ച്. ആര്? അപ്പൊ ഈ തമ്മാടിന്റെ മുഖത്തേക്ക് നോക്കേണ്ടതില്ല, ഇവന്റെ മുഖത്തേക്ക് നോക്കുന്ന ഈ അവലക്ഷണം എനിക്ക് വരരുതെന്ന് വിചാരിച്ചിട്ട് ഔലിയ പാപ്പ ഈ തമ്മാടിനടുത്തെത്തിയപ്പോൾ വന്നിരിച്ചു. തമ്മാടിയോ? തമ്മാടിക്കറിയാം ഞാൻ മോശം. അപ്പോൾ ഈ തമ്മാടി വിചാരിച്ച്, പഠിച്ചോനെ, ഇത്രയും മഹാനായ മനുഷ്യന്റെ യാത്രയിൽ ആ മനുഷ്യനെ എതിർഭാഗത്ത് മുന്നിൽ പോയിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ ഞാൻ പെട്ടുപോയല്ലോ. എൻ്റെ മുഖത്തേക്കൊന്നും നോക്കാൻ ആ മനുഷ്യന് അത്രയും വലിയ ഒരു വിഷമം ഇന്ന് വന്നുപോയല്ലോ. പഠിച്ചോനെ, ഞാൻ എന്തൊരു തമ്മാടിയാണ്, ഞാൻ ആ മനുഷ്യന്റെ എതിര് നിന്നുപോയല്ലോ. ആര് വിചാരിച്ച്? തമ്മാടി വിചാരിച്ച്. രണ്ടാളും വിട്ടുകിടന്നപ്പോൾ മേഘം നേരെ ഔലിയാപ്പാപ്പാൻ്റെ അടുത്ത് നിന്ന് എവിടേക്ക് പോയി? തമ്മാടിനൊപ്പം പോയി. അന്ന് മുതൽ തമ്മാടി സ്വാലിയായി, ഔലിയ ഫാസിക്ക് പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് ചരിത്രം. ഒക്കെ കൃത്യമായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത് വേണം? ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وداعيا إلى الله بإذنه وداعيا إلى الله بإذنه وسراجا منيرا. ഹൃദയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകണം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കുന്ന പണി നമ്മൾ അവസാനിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ആരാന്റെ കുറ്റവും കുറവും നോക്കുന്ന പണി അവസാനിപ്പിക്കണം. ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ് എന്ന ചിന്ത കൊണ്ടുവരണം. അല്ലാഹുവിന്റെ അബ്ദായി നിൽക്കണം. അല്ലാഹുവിന്റെ അബ്ദാണ് മുഹമ്മദ് മുസ്തഫ. അബ്ദിയത്തിന്റെ മഖാമാണ് ഏറ്റവും വലിയ മഖാം. അബ്ദിയത്തിന്റെ മഖാമിനേക്കാൾ വലിയ മഖാമേ ഇല്ല. അബ്ദുക്കൽ مسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي. سلام عليكم يا رسول, سلام عليكم يا حبيب, سلام عليكم. ഹൃദയത്തിലുള്ള എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും നീക്കണം. അല്ലാഹുവിന് ഒരു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിനാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നാവിനെ സൂക്ഷിക്കണം. ഏതൊരു ഗീബത്താണോ നമ്മൾ പറയുന്നത് അതേ ഗീബത്താണ് സ്വലാത്ത് ചൊല്ലുന്ന നാവും രണ്ടും ഒന്നാണ്. നമ്മൾ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, എന്നാൽ കക്കൂസ് പോയ ഇടത്തെ കൈ കൊണ്ട് വൃത്തിയാക്കും. എന്തതിന് വ്യത്യാസം? രണ്ടും നമ്മളെ കയ്യ. ഈ വൃത്തികേട് കഴുകിയ ഈ സാധനം കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുക ഒന്നുമില്ല. ഇത് നമ്മൾ കാഷ്ടം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഭക്ഷണം എന്ന മഹത്തായ ഒരു സംഗതിയെ നമ്മൾ അതുകൊണ്ട് തൊടുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം. എങ്കിൽ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ത്? ഗൈബത്ത്. അതേ സാധനം കൊണ്ട് നമ്മൾ സ്വലാത്ത് ഇല്ലാണെങ്കിൽ നമ്മൾ ആരെ അപമാനിച്ച്? മുത്ത് മുഹമ്മദ് മുസ്തഫാനെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് യാ അയ്യുഹല്ലദീന ആമനു
യാ അയ്യുഹൽ ഇൻസാൻ എന്നല്ല, യാ അയ്യുഹൽ ബശർ എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ. മുഅ്മിനീങ്ങളെ സ്വലാത്തിൽ കൂടി നടന്ന് മുഅ്മിനീങ്ങളാകുമ്പോൾ അതവർ സൂക്ഷിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഖൽബ് നന്നാവന്നെ വേണം, ഖൽബ് നന്നാവന്നെ വേണം. അവയവങ്ങളെ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങണം. നശ്വരമായ ദുനിയാവ് നശ്വരമാണ് എന്ന ചിന്തയുണ്ടാകണം. മഹാന്മാരായ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖല്ലുഹും അമലാ, പക്ഷേ വബറുഹും ഖുലൂബാ, ഏറ്റവും അമൽ കുറഞ്ഞ ആളുകൾ അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഹൃദയത്തിൽ ഏറ്റവും മഹത്തായ വിളക്ക് വെച്ച ആളുകൾ അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അഖല്ലുന്നാസി അമലൻ വലാകിൻ അബറുന്നാസി ഖുലൂബൻ എന്നാണ്, വഅമഖുന്നാസി ഈമാനൻ എന്നാണ് അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ് മുസ്തഫ അവർ രാവും പകലും നമ്മൾ ഈ ചെയ്യുന്ന പല അമലുകളും ചെയ്തവരല്ല, പക്ഷെ അവരുടെ ഹൃദയം വളരെ ക്ലിയർ ആയിരുന്നു. എന്തുകൊണ്ട് അവർ ഹബീബായ റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്തു? മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പൂർണ്ണമായി വിട്ടുകൊടുത്തു. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ജീവിച്ചു. ഒരു ഫഖീറായ മനുഷ്യൻ വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫഖീറന്മാർ വന്ന് പറയാണ്, ലഖദ് ഖശീനാ യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി, കൂലി മുഴുവനും ധനാഢ്യന്മാർ വാങ്ങിക്കൊണ്ടുപോയോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. എന്തുകൊണ്ട്? അവര് ധനം കൊണ്ട് സഹായിക്കും, ദേഹം കൊണ്ട് സഹായിക്കും, അഭിമാനം കൊണ്ട് സഹായിക്കും, എല്ലാ നിലയിലും സഹായിക്കും. ലഖദ് ഖശീനാ യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി. സ്വഹാബത്തിൽ ദരിദ്രന്മാരായ ആളുകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വന്നിട്ട് പറയാണ്, നബിയെ ഞങ്ങൾ വലിയ വിഷമത്തിലാണ്. എന്തേ? ശരീരം കൊണ്ടും ധനം കൊണ്ടും അഭിമാനം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും എല്ലാ നിലക്കും സാധുക്കളെ സഹായിക്കുകയാണ്. ബഹുമാനപ്പെട്ട അൻസാരികൾ കൂലി മുഴുവനും അവർ വാങ്ങിക്കൊണ്ടുപോയോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ് എന്ന് ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി പറഞ്ഞില്ല, കൂലി നിങ്ങൾക്കും കിട്ടും. കുല്ലമാ അസ്നൈതും അലൈഹിം വദഅതുമുല്ലാഹ ലഹും, നിങ്ങൾ അവരെ പുകഴ്ത്തി പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ, കുല്ലമാ അസ്നൈതും അലൈഹിം വദഅതുമുല്ലാഹ ലഹും, നിങ്ങൾ പരസ്പരം പുകഴ്ത്തി പറയാം. അവരെ ഒരു കുറ്റല്ല പറയേണ്ടത്, ഗുണം മാത്രം പറയാം. അവരെ ഗുണത്തിൽ നിന്ന് ഓരോ മറ്റൊരുത്തന്റെ ഗുണം കണ്ടുപിടിക്കുക, ആ ഗുണം പറയാം. കുല്ലമാ അസ്നൈതും അലൈഹിം, നിങ്ങൾ അവരെ പുകഴ്ത്തി പറയുകയും വദഅതുമുല്ലാഹ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്താൽ ആ കൂലി നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൽബ് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ പരസ്പരമുള്ള വിദ്വേഷങ്ങളൊക്കെ അവസാനിപ്പിക്കണം. എന്തും ആരാണെങ്കിലും മറ്റൊരു വീക്ഷണക്കാരൻ തന്നെ ആയാലും ആ വീക്ഷണക്കാരൻ എന്ന നിലയിൽ നമ്മൾ മറുപടി പറയും. ഒരബദ്ധം എഴുന്നള്ളിച്ചു വരുന്ന ഒരു സംഘടനക്കാരനുണ്ടെന്ന് സങ്കല്പിക്കുക. ആ സംഘടനക്കാർ വരുന്ന അബദ്ധത്തെ നമ്മൾ എതിർക്കണം. അതേ സമയത്ത് അവർ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അവരോട് നമുക്ക് അതിനപ്പുറത്തൊരു ശത്രുത ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ മുസ്ലിമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട തൗഹീദ് എന്താണെന്ന് അറിയാത്ത സാധുക്കളായ ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ പരിസരത്തുണ്ട്. അവരോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം നമ്മൾക്കറിഞ്ഞ പല വിവരവും അവർക്ക് അറിയില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നാട്ടിൽ ഇന്ന് ഒരു കോലാഹലത്തിന്റെ കാലമാണ്. അപ്പോൾ അവർ അള്ളാന്റെ അടിമകളാണ്, അള്ളാന്റെ സൃഷ്ടികളാണ്. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്ന ആളെ കഥ പറഞ്ഞ് വേഷ സ്വർഗത്തിൽ കടന്ന പദ മുത്ത് മുഹമ്മദ് മുസ്തഫ. നായക്ക് വെള്ളം കൊടുത്തു. ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചു. ഒരു മോശപ്പെട്ട സ്ത്രീ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് സതുപദേശം ചെയ്തു.
ആ സതുപദേശം ആ മോശപ്പെട്ട സ്ത്രീ സ്വീകരിച്ചില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞു. അന്നും ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖലീഫയാണ് ഉപദേശിച്ചത്. പക്ഷെ ആ സ്ത്രീ ആ ഉപദേശം സ്വീകരിച്ചില്ല. അപ്പോൾ പട്ടാളത്തിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞില്ല, കാരണം വ്യക്തി സ്വാതന്ത്ര്യം. അപ്പോൾ കരഞ്ഞു ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പോൾ ഈ ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരഞ്ഞത്? അപ്പോൾ പറഞ്ഞ്, ആ സ്ത്രീയെ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് നാളെ കാണേണ്ടി വന്നാലോ എന്നുള്ള വേദനയാ. നരകത്ത് കിടക്കുന്ന എനിക്ക് കാണണമെന്നല്ല. കരഞ്ഞ്. ആരാ കരഞ്ഞത്? ഇസ്ലാമിന്റെ ഈറ്റപ്പോക്കിരിയായ മഹാനായ സയ്യിദുനാ. അതാ കരച്ചത്. എന്തിനാ കരച്ചു? വേറൊരാൾ നന്നാകാതായപ്പോൾ കരഞ്ഞു. അതാ കരച്ചു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ നരകത്തിൽ ആ മനുഷ്യനെ കാണേണ്ടി വന്നാലോ എന്ന വേദനയിലാണ് ഞാൻ കരഞ്ഞതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മൾ ചിന്തിക്കണം. ഇത് അടിസ്ഥാനപരമായ ചിന്തയാണ്. ഒരു സംഘടന, ആ സംഘടന നമ്മുടെ ചിന്തകൾക്കും ഹക്കായ വീക്ഷണങ്ങൾക്കും എതിരാണെങ്കിൽ പോലും ആ എതിരിനെ തിരുത്തുക എന്നതിനപ്പുറം അവർ നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കരുത്. എന്തുകൊണ്ട്? അവർക്ക് അബദ്ധം പറഞ്ഞതാ. അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കട്ടെ. അവരെ നരകത്തിൽ കാണാൻ ആഗ്രഹിക്കരുത്, ഒരിക്കലും ആഗ്രഹിക്കരുത്. അതൊന്നും നമ്മളെ രീതിയല്ല. നമ്മളെ ഖൽബ് നന്നാവണം. ഖൽബ് പൂർണ്ണമായി നന്നാവണം. ഖൽബ് നന്നാവാതെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സിറാജും മുനീറായി വന്നതാണ്. നമ്മളെ ഖൽബിൽ അഴുക്കുള്ള കാലത്തോളം റസൂലുള്ളാഹി നമ്മളെ ഖൽബിൽ വന്നിട്ടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറങ്ങാൻ കിടന്ന റസൂലുള്ളാഹിനെ കാണുന്ന ആളുകളെ കേരളത്തിൽ എനിക്കറിയും. രാത്രി ഉണ്ടായാൽ റസൂലുള്ളാഹിനെ കാണും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറങ്ങാൻ കിടന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, ഉറങ്ങാൻ കിടന്നാൽ ഹബീബായ നബിയെ സ്വപ്നം കാണുന്നവരെ എനിക്കറിയാം. ഉറങ്ങാൻ കിടന്ന റസൂലുള്ളാഹിനെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അത് മനാമ് മാത്രമല്ല, യഖ്ലത്തിൽ ഹബീബായ റസൂലുള്ളാഹിനെ കാണുന്നവർ ഇന്ന് കേരളത്തിലുണ്ട്. ഇങ്ങനെ കാണും റസൂലുള്ളാഹിനെ. ഉറങ്ങൊന്നും വേണ്ട, ഇങ്ങനെ കാണും. എന്താ പ്രശ്നം? ഖൽബിന്റെ വിളിച്ചാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ മനസ്സ് തുറന്നു തരട്ടെ. ഉറക്കെ പറയും, അള്ളാഹു നമ്മുടെ മനസ്സ് തുറന്നു തരട്ടെ. അള്ളാഹു മനസ്സ് തുറന്നു തരട്ടെ. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നത് 2-ാം നമ്പറാ. ഏറ്റവും 1-ാം നമ്പർ ഇങ്ങനെയാണല്ലോ. അങ്ങനെ ലോക ചരിത്രത്തിൽ ആയിരക്കണക്കായ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ആയിരക്കണക്കായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുത്ത് റസൂലുള്ളാഹിനെ. അങ്ങനെ സംഭവിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ കിതാബുകളിൽ നിന്ന് 10,000-കണക്കായ ആളുകളുടെ ചരിത്രം ഞാൻ പറയും. നേരിട്ട് റസൂലുള്ളാഹിനെ കണ്ടവരെ. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, നേരിട്ട് ഹബീബായ റസൂലുള്ളാഹി. അവിടേക്ക് നമുക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു അവിടേക്ക് നമ്മളെ എത്തിച്ചു തരട്ടെ. 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 യഖ്ലത്തിൽ ഹബീബായ റസൂലുള്ളാഹിനെ കാണാം. യഖ്ലത്തിൽ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ നേരിട്ട് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാം. ഖൽബ് നന്നാക്കി കിട്ടിയാൽ അതൊക്കെ എളുപ്പത്തിൽ നടക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും പറഞ്ഞാൽ ജനങ്ങൾ അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഉൾക്കൊള്ളൂല. അത്ര സംഭവമുണ്ട്. വഫാത്തായിട്ട് എത്ര കാലങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സഹായിച്ച് ഇന്നും സഹായിക്കുന്നുണ്ട്. ഇന്നും അള്ളാഹു അവിടേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. മനസ്സ് തുറക്ക്. അള്ളാഹു നമ്മൾ അവിടേക്ക് എത്തിച്ചേരട്ടെ. അള്ളാഹു അവിടേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. അള്ളാഹു അവിടേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. ശത്രുത മനസ്സിൽ നിന്ന് ഒഴിവാക്കി. ഒരിക്കലും ശത്രുത അല്ലാത്തൊരു മനുഷ്യൻ നമ്മളെ ഖൽബിൽ പതിയണമെങ്കിൽ ശത്രുത വലിച്ചെറിയണം. ലോകത്ത് ശത്രുത അല്ലാത്ത മനുഷ്യനെ മുഹമ്മദ് മുസ്തഫ. ആ മഹാൻ നമ്മുടെ ഖൽബിൽ ഇന്തിബാക്കാവണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് നമ്മളെ പടിയും വേണം. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല, ആഴ്ചകൾക്ക് മുമ്പ് അറുത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി. അതിശക്തമായ ചൂടുള്ളതാണ് മരുഭൂമിയിലെ. ആ ചൂടിൽ ഈ അറുത്തിട്ട ഒട്ടകത്തിന്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ അത് ഉരുകും. അതങ്ങനെ തന്നെ വൃത്തികെട്ട അങ്ങാടി പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കൊണ്ടിരിക്കുക. 8ാമത്തെ കൊല്ലം ഹബീബായ നബിയുടെ മുന്നിൽ അവർ പഞ്ചമുച്ച മടക്കി നിൽക്കുമ്പോൾ അവരോട് റസൂലുള്ളാഹി പറയാ, ലാ തസ്രീബ അലൈക്കും അൽയൗം. ഒരു പ്രതികാരവും ഇല്ല. നിങ്ങൾ മുസ്ലിമാണെന്ന് പോലും ഇല്ല. നിങ്ങൾ പോയിക്കോളി. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ലാ തസ്രീബ അലൈക്കും അൽയൗം. ഇതാണ്
മുഹമ്മദ് മുസ്തഫ. അവിടേക്ക് നമ്മളെ കൽബ് മാറുമോ എന്നാ റസൂലുള്ളാഹി ദിവസം നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാതെ എന്തുകൊണ്ടാണ്? ഒരാൾ സ്ഥിരമായി, ഒരു മഹാൻ ഇബ്രീസിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു മഹാൻ സ്ഥിരമായി മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിരുന്നു സ്ഥിരമായി, പിന്നെ കാണാതെ. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണും നേരിട്ട് ഒരാൾ, പിന്നെ കാണാതെ. അപ്പോൾ അയാൾക്ക് വലിയ വിഷമായി. അപ്പോൾ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടാറുള്ള വേറൊരാളോട് ഇയാൾ വേദന പറഞ്ഞു. നിങ്ങളെങ്ങാനും ഖദറിനെ കാണുകയാണെങ്കിൽ അലൈഹിസ്സലാം, ഇന്നാലിന്ന ആൾ വളരെ വേദനയിലാണ്, അങ്ങ് സ്ഥിരമായി എൻ്റെ അടുത്ത് കാണാൻ വന്നിരുന്നല്ലോ, ഇപ്പൊ വരുന്നില്ല, ഞാൻ വലിയ വേദനയിലാണ്. അങ്ങനെ ഈ രണ്ടാമത്തെ ആള് ഖദർ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ പറഞ്ഞ്, ഞാൻ ഇന്ന അടുത്ത് സ്ഥിരമായി പോയിരുന്നല്ലോ, ഇപ്പൊ പോകത്തില്ല, അദ്ദേഹം കുടുംബം വലിയ വിഷമത്തിലാണ്. പറഞ്ഞ ഞാൻ പോയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഗുണം പിന്നീട് നഷ്ടപ്പെട്ടു പോയി. അതെന്ത്? അദ്ദേഹം ഒരു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന കാലത്ത് അദ്ദേഹം അധ്വാനിച്ച് കിട്ടുന്ന പണം അന്നത്തെ ആവശ്യം കഴിഞ്ഞാൽ ഒരു ഫിൽസ് പോലും നാളേക്ക് ബാക്കിയാക്കൂല, ദാനം ചെയ്യും. ഒരു ദിവസം അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നെ കിട്ടിയ സമ്പത്ത് കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എന്ത് കുറച്ച് നീ നാളേക്ക് വേണ്ടി എടുത്തച്ചള, മുഴുവൻ കൂടി ദാനം ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ അയാളെ കാണാൻ പറ്റില്ല. ആ ഖദർ നബി എങ്ങനെ നമ്മളെ കാണാൻ വരും? ആ സ്വഭാവമില്ലാതെ ഒരൊറ്റ ദിവസത്തെ കാരണത്താൽ ആയുസ് മുഴുവനുള്ള ഞാൻ നഷ്ടപ്പെടുത്തി. ഹബീബായ റസൂലുള്ളാഹി നേതാവ് മുഹമ്മദ് മുസ്തഫ. എന്താ റസൂലുള്ളാഹിന്റെ പ്രത്യേകത? എന്താ ലോകത്തെ ഏറ്റവും വലിയ നിസ്കരിച്ച ആൾ നല്ലാണോ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ്? ലോകത്തെ ഏറ്റവും നോമ്പോറ്റ ആൾ എന്നാണോ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ്? ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്വഭാവത്തിൽ നബിമാർക്ക് പോലും മീതയാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നീട്ടുന്നില്ല. ആ റസൂൽ നമ്മുടെ കൽബിലേക്ക് വരണമെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മളെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, ഇപ്പോഴത്തോ എനിക്കറിയില്ല, പഴയ കാലത്ത് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഒരു 8-10 വയസ്സൊക്കെ ഉള്ള കാലത്ത് നമ്മളെ കീഴ്പ്പെട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ, ഈ ചെറിയ കുട്ടികളൊക്കെ മലർന്ന് കടന്നിട്ട് ചിരിക്കും. അപ്പം അക്കാലത്ത് പരയിൽ ഉമ്മയും വല്യമ്മയൊക്കെ ഉള്ള കാലത്ത് പറയും, അയറ്റകൾ മലക്കളെ കണ്ട് ചിരിക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അന്നൊക്കെ അത് വിശ്വസിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനത് അവിശ്വസിച്ചു. ഇപ്പം ഞാൻ വീണ്ടും അത് വിശ്വസിച്ചു. നമ്മളെ കീഴ്പ്പെട്ടുള്ള കുട്ടികൾ മലന്ന് നടന്നാണ് ചിരിക്കുമ്പോൾ ഉമ്മാരും വല്യമാരും അല്ലേ ഓർമ്മല്ലേ? അതൊക്കെ ഉമ്മാരും വല്യമാരും പറയും, ഐറ്റങ്ങളൊക്കെ മലക്കളെ കണ്ടിട്ട് ചിരിക്കും എന്ന് പറയും. അന്ന് നമ്മൾ കുട്ടികളാണല്ലോ, വിവരമില്ല. അപ്പം അന്ന് നമ്മളത് വിശ്വസിച്ചു. ശരിയായിരിക്കും, കുട്ടികൾ മലക്കളെ കണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് വിവരമാരായി, വലിയ വിവരം കൂടിയപ്പോൾ വല്യമാക്കൊന്നും അന്തല്ലാത്താണ് എന്ന് വിശ്വസിച്ചു. ഇപ്പം ഞാനുള്ള വിവരമൊക്കെ ചോർത്തിക്കളഞ്ഞു. ഇപ്പം ലേശം വിവരം കിട്ടി. എന്ത്? വല്യമ്മ പറഞ്ഞേ ശരിയായിരിക്കും. വിവരസ്ഥനായപ്പോൾ ഞാൻ വല്യമ്മനെ വിശ്വസിച്ചു. പിന്നെ ഞാൻ വിവരം ചോർത്തിയത് കളഞ്ഞു. എന്നിട്ട് ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയപ്പോൾ ഇപ്പം എനിക്ക് ലേശം മനസ്സിലാകുന്നുണ്ട്, വല്യമ്മ പറഞ്ഞത് നേരായിരിക്കും. എന്തുകൊണ്ട്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കൽബല്ലേ. അവരെ മുന്നിൽ ആരെ കാണും? മലക്കളെ കാണും. ഉറപ്പല്ലേ? ഒരു വീട്ടിൽ ആദ്യം എണീക്കൽ കോഴിയാ. 3 മണിയാ കോഴി എണീക്കും. കോഴി എണീക്കുമ്പോൾ കൂവും, പൂവനാണെങ്കിൽ കൂവും. എന്താ അതിനെപ്പറ്റി ഹബീബ നബി പറഞ്ഞത്? കോഴി കൂവാൻ കാരണം അത് മലക്കിനെ കണ്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ പരോപകാരിയാണ് ഈ കോഴി. കാരണം എത്രയോ ആളുകൾ നിസ്കരിക്കാൻ വിളിക്കുക. അത് മുഅദ്ദിനുൽ സ്വലാഹ്, നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചുണർത്തുന്ന ആളാണ് ആര്? ഈ കോഴി. മലക്കൻ, മലക്കിനെ കണ്ടിട്ടാ കൂവുന്നത്. വീട്ടുകാരാ എണീക്ക്, അള്ളാന്റെ മലക്കുകളല്ലേ വരുന്നത്. നമ്മൾ വല്ലാതെ കൂവിയാൽ അതിനെ പിടിച്ചു വെക്കും. എന്തുകൊണ്ട്? കേട്ടെന്നോ നമ്മൾ വെക്കൂല. എന്താ ഈ കോഴിന്റെ സിബത്ത്? കോഴി
എടാ ഇത്ര പോന്ന ഈ കോഴി മലക്കിനെ കാണുന്നുണ്ടെങ്കിൽ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കൾ അല്ലാഹു ബഹുമാനിച്ചിട്ടില്ലേ? അവരെന്തുകൊണ്ട് മലക്കിനെ കാണൂല? കാണും. നമ്മളും കണ്ടതാണ് ഒരു കാലത്ത്. പക്ഷെ ആ സിഫത്ത് പിന്നീട് നമ്മൾക്ക് ഇല്ലാതെ പോയാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ ആരെയും കാണും, മുസ്തഫ നബിയും കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് എന്ത് വേണം? എന്താ വേണ്ടത്? നമ്മളെ ഖൽബി നമ്മൾ അടക്കി കൊണ്ടുവരണം. മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ കുടില തന്ത്രങ്ങളും ഒഴിവാക്കണം, എല്ലാ ചതിയും ഒക്കെ ഒഴിവാക്കണം. ചീത്തയായ ചതി അതിന്റെ അഹ്ലികാരോട് യോജിക്കും. അപ്പോൾ ഒരുത്തൻ ചതിക്കാണെങ്കിൽ അവൻ അള്ളാന്റെ അടുക്കൽ ചീത്തയാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ഖുർആനല്ലേ പറഞ്ഞ് ചീത്തയായ ചതി അതിന്റെ ആളുകളോടെ യോജിക്കുള്ളൂ. അപ്പോൾ ചീത്തയായ ചതി ചെയ്യുന്നുണ്ടെങ്കിൽ ഓൻ ആരായിരിക്കും? ചീത്തയിരിക്കും. ഓൻ ചീത്തയിരിക്കും. ഓൻ ദിക്റില്ലാലും സ്വലാത്തില്ലാലും അള്ളാന്റെ അടുക്കൽ ആരാ? ചീത്തയാ. അവൻ്റെ പുറത്തുള്ളതാണ്. വേരില്ലാത്ത മരാണോ? മാലഹാമിൻ ഖറാർ. അതിന് വേരില്ലാത്തതുകൊണ്ട് നിലനിൽപ്പില്ല. നമ്മളെ ദിക്റും സ്വലാത്തും അങ്ങനെ അതിന് വേരുണ്ടാവില്ല. അതുകൊണ്ട് ഖൽബ് നന്നാക്കന്നെ വേണം. ചതിക്കരുത്, ഒരാളെ ചതിക്കരുത്. ആരാണെങ്കിലും ചതിക്കരുത്. അവൻ ഹിന്ദു ആയാലും അവൻ മുസ്ലിം ആയാലും ഓൻ ക്രിസ്ത്യാനി ആയാലും ഇങ്ങോട്ട് മോശമായി ചെയ്താൽ നമ്മൾ തിരിച്ചു മോശം ചെയ്യരുത്. ഒരു ഹിന്ദു ഒരു മോശം കിട്ടി ഒരു ശത്രുത കാട്ടിയാൽ തിരിച്ചൊന്നൊരു ശത്രുത കാട്ടാൻ പാടില്ല എന്ന് മുത്തനബി പഠിപ്പിച്ചു. മുത്തനബിക്ക് അല്ലാഹു നൽകിയ ഗ്രന്ഥവും പഠിപ്പിച്ചു. ഏതൊരാളോടും നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കുക. നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം ഒരാളോട് ശത്രുത കൊണ്ട് പ്രതികരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നീയും അവനും തമ്മിൽ ശത്രുതയുണ്ടായെങ്കിൽ പോലും അവനോട് നീ നല്ല നിലക്ക് പ്രതികരിക്കണം. പിന്നീട് അവൻ നിന്റെ ഹൃദയത്തിൽ തൊട്ട കൂട്ടുകാരനായി മാറും എന്ന് ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പോൾ കൊടിയ ശത്രുവായ ഒരു മുസ്ലിം വിരുദ്ധനാണെങ്കിൽ പോലും അവനെ ചതിക്കാൻ പാടില്ല. ചതിച്ചോൻ റസൂൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മുസ്തഫ നബി ആരാ? മുസ്തഫ നബി ഞാൻ അവസാനിപ്പിക്കാണ്. ഇതാണ് ദീൻ. ഹൃദയം നന്നാകാതെ ഒരാൾക്ക് ദീൻ ഉണ്ടാവില്ല. ദീൻ കയറാതെ ഖാലിസായ പ്രവാചക സ്നേഹം ഉണ്ടാവില്ല. എല്ലാ കുതന്ത്രങ്ങളും ഒഴിവാക്കണം, എല്ലാ ശത്രുതകളും ഒഴിവാക്കണം. അവൻ നമ്മുടെ എതിരാളിയാണെങ്കിൽ പോലും, ആശയരംഗത്ത് നമ്മുടെ എതിരാളിയാണെങ്കിൽ പോലും, നമ്മുടെ എതിർ പാർട്ടിക്കാരനാണെങ്കിൽ പോലും അവരോട് നമ്മൾ പ്രതികരിക്കുന്നു, അവർ പറയുന്ന കാര്യത്തിന്റെ അബദ്ധത്തെ നമ്മൾ വെളിവാക്കി കൊടുക്കുന്നു, ഒക്കെ ശരിയാണെങ്കിലും അവർ നശിച്ചു കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. എന്തുകൊണ്ട്? അവരും മനുഷ്യർ തന്നെയാണ്. അവർക്ക് അബദ്ധം പണിഞ്ഞതാണ്. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ആരാണെങ്കിലും ഒരിക്കലും നമ്മൾ ശത്രുത കൊണ്ട് പ്രതികരിക്കരുത്. നമ്മുടെ ലക്ഷ്യമല്ല, അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല. അതൊന്നും നമ്മളെ നബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ ഇതാണ്. അള്ളാഹുവിന്റെയും അള്ളാഹിന്റെ ഹബീബിന്റെയും അർശാണ് ഇവിടെ കാണുന്നത്. ലൻ തസഅനി അർളി വലാ സമാഇ വലാകിൻ യസഉനി ഖൽബു അബ്ദി അൽ മുഅ്മിൻ എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു പറയുന്നതായി. ലൻ തസഅനി അർളി വലാ സമാഇ, ആകാശവും എനിക്ക് പോരാ, ഭൂമിയും എനിക്ക് പോരാ. വലാകിൻ യസഉനി ഖൽബു അബ്ദി അൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എനിക്ക് പാർക്കാൻ അത് മതിയാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് പാർക്കാൻ ആകാശം പോരാ, ഭൂമിയും പോരാ. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. എനിക്ക് ആകാശവും പോരാ, ഭൂമിയും പോരാ. വലാകിൻ യസഉനി ഖൽബു അബ്ദി, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എനിക്ക് മതിയാകുമെന്ന് അള്ളാഹു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് എന്ന് പറയുന്ന അത് ഇവിടുന്ന് കയറണം. അത് ഇവിടുന്ന് കയറണം. മൗലൂദ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൗലൂദ് ചെല്ലലല്ല, മൗലൂദ് തിന്നലാണ്. മൗലൂദിനാണ് തിന്നണം. മൗലൂദ് കഴിഞ്ഞിട്ട് തിന്നണ വർത്താനല്ല പറയുന്നത്. മൗലൂദ് എന്ന് പറഞ്ഞാൽ ചെല്ലലല്ല, ചെല്ലുന്നത് ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെയും അറിയാതെ ചെല്ല. ലാ യുജാവിസു തറാഖിയഹും, തൊണ്ടക്കുഴിക്കപ്പുറത്തേക്ക് വിട്ടെടുക്കാത്ത വർത്താനുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ.
അപ്പൊ വിഷയം എന്താ? വിഷയത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പിടിക്കേണ്ട ഇറങ്ങും. അതാ ഞാൻ പറഞ്ഞത്, മൗലിദ് എന്ന് പറഞ്ഞാൽ അത് വെറും ചൊല്ലലല്ല, അത് തിന്നലാണ്. അത് ഉള്ളിൽ കണ്ട് ഇറങ്ങണം, ഇറങ്ങിയിട്ട് കൊണ്ടണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ തയ്യാറാകണം. നമ്മൾ നന്നായി നമ്മൾ വിചാരിക്കരുത്. നന്നായി എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ന് 4 ദിക്റിനും മജ്‌ലിസിനൊക്കെ പോകുന്ന ആളുകളെയാണ് ഏറ്റവും പേടിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്. പക്ഷെ നല്ല കാര്യം ചെയ്യുന്നവരെ മുഴുവനും പിന്നിൽ ആര് കൂടും? ശൈത്താൻ കൂടും. വളരെ ചിന്തിക്കണം. നല്ലവനും മോശപ്പെട്ടവനുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മോശപ്പെട്ടവൻ ഞാൻ മോശപ്പെട്ടവനാണ് ധാരണ ഉണ്ടാവും. മോശപ്പെട്ടവനാണ് ധാരണ ഉണ്ടാകാൻ തന്നെ നന്നാവും. അല്ലെങ്കിൽ ആ വിചാരം നന്നാകൻ. ഞാൻ മോശപ്പെട്ടവനാണ് എന്ന അവന്റെ വിചാരമാണ് എന്ത്? ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാതി. അവർക്ക് ആ വിചാരം ഉണ്ടായാൽ തന്നെ അവരെ ചെയ്ത ചീത്തയൊക്കെ മായ്ച്ചിട്ട് അല്ലാഹു തആല അവിടെ നന്മ എഴുതി കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരെ മറിച്ച് നല്ലോന്റെ ധാരണ ഞാൻ നല്ലോനാന്നായിരിക്കും, നന്നാവില്ല. 8-10 കൊല്ലമൊക്കെ ഞാൻ വയല് പറഞ്ഞ നാടുകളുണ്ട്. കുത്തുബോധും വയല് പറയും. ആ നാട്ടിലെ സിനിമ കോണും തമ്മാടികൾ മോശപ്പെട്ടവരൊക്കെ നന്നായി, കമ്മിറ്റിക്കാർ നന്നായില്ല. അങ്ങനെയല്ല പറഞ്ഞർത്ഥം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എപ്പോൾ നന്നായി നമുക്ക് തോന്നിയാൽ അപ്പം മോശമാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കൽബ് നന്നാക്കാൻ നമ്മൾ തയ്യാറാകണം. നാവിൻ്റെ മേലുള്ള സ്വലാത്ത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയാണ് എന്ന ഉറച്ച ഒരു ബോധം അത് റസൂലുള്ളാഹിക്ക് കൊടുക്കണമെങ്കിൽ നാവിനുണ്ടാകേണ്ട ഗുണങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കണം. എൻ്റെ നാവ് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലാൻ യോഗ്യത ഉണ്ടോയെന്ന് ഞാൻ ചിന്തിക്കണം. എന്നാ സ്വലാത്ത് നിർത്തും വേണ്ട. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിനെന്തൊക്കെ മാറ്റേണ്ടതുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റണം. എന്തൊക്കെ മാറ്റേണ്ടതുണ്ട്? ഏറ്റവും വലിയ മാറ്റേണ്ടത് ഞാൻ നല്ലവനാണ് എന്ന ബോധം നമ്മൾ ഒഴിവാക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. ഏത് ചെറിയവനെയും നമ്മൾ ബഹുമാനിക്കണം. യാ സയ്യിദീനാണ് വിളിച്ചിരുന്നത് ഉമർ ബിൻ ഖത്താബ്. ആരെയാണ് വിളിച്ചിരുന്നത്? മഹാനായ ബിലാൽ ഇബ്നു റബാഹ്. മദീന കണ്ട കറുകറുത്ത കാപ്പിരിയായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യാ സയ്യിദി യാ ബിലാൽ എന്നാണ് വിളിച്ചത് മഹാനായ ഉമർ ബിൻ ഖത്താബ്. യാ സയ്യിദി യാ ബിലാൽ, നേതാവേ. ആരാ വിളിക്കുന്നത്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹാനായ ഇന്നല്ലാഹ വളഅൽ ഹഖ് അലാ ലിസാനി ഉമർ. ഉമറിന്റെ നാവിന്മേൽ അല്ലാഹു തആല സത്യം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ബിൻ ഖത്താബ്. ആ മഹാനാണ് സയ്യിദേ, നേതാവേ എന്ന് വിളിക്കുന്നത്. ആരെ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചിന്തിക്കണം. മദീനയിലെ കറുകറുത്ത കാപ്പിരിയായ അടിമ, ആ അടിമാനെ വിളിക്കാണ് യാ സയ്യിദി യാ ബിലാൽ. ഈ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഏത് സമയത്തും ഭൂമിൻ്റെ അടിയിൽ പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഏത് സമയത്തും ഭൂമിൻ്റെ അടിയിൽ പോകേണ്ടി വരും. ഭൂമിൻ്റെ അടിയിൽ പോയാലോ ഈ ചുരുക്കൊന്നും ഉണ്ടാവില്ല. അതിലൊക്കെ എന്തൊക്കെയാണെന്ന് അല്ലാഹു ആലം. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല ഭൂമിൻ്റെ അടിയിൽ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഭൂമിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ കഴിഞ്ഞാൽ ഭൂമിൻ്റെ അടിയിലും രക്ഷപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ മടങ്ങുക. ലോകം കണ്ട ഏറ്റവും വലിയ മുഅ്മിനായ മനുഷ്യൻ മഹാനായ സയ്യിദുനാ സിദ്ദീഖാണ്. ഉറക്കപ്പറ സയ്യിദുനാ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? മഹബ്ബത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് അതിരറ്റ സ്നേഹമുള്ള ആളാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖ്. ഏറ്റവും വലിയ എന്തുകൊണ്ട് ഈ തൗഫീഖ് ഉണ്ടായി? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഉമർ ബിൻ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുക, സിദ്ദീഖേ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ്. ഇത് പറയാൻ, മറുപടി പറയാൻ ഒരു മനുഷ്യന് ഭാഗ്യം ഉണ്ടായത് എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞില്ലേ എന്നല്ല, അങ്ങനെ പറയാനൊരു ഭാഗ്യം ഉണ്ടായത് എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ മഹബത്തിന്റെ സ്ഥാനത്തേക്ക് അള്ളാഹിന്റെ ഹബീബിന്റെ അള്ളാഹു ആ അബ്ദിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത്രയേറെ ഹൃദയശുദ്ധിയുള്ള ഒരാൾ വേറെ ഇല്ല. അതന്നെ പ്രത്യേകം. അപ്പൊ അള്ളാഹു തിരഞ്ഞെടുക്കും. അള്ളാഹ് തിരഞ്ഞെടുക്കണം. നിങ്ങൾ ബേജാറാവണ്ട. അള്ളാഹു തിരഞ്ഞെടുക്കും. അള്ളാഹു തിരഞ്ഞെടുക്കണം, നമ്മളല്ല. അള്ളാഹു തിരഞ്ഞെടുക്കണം. അള്ളാഹു തിരഞ്ഞെടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
ഒന്നും കാണിക്കാൻ കഴിയില്ല, നമുക്ക് നന്നാകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഒരാൾക്കും ഹിദായത്ത് നൽകാൻ കഴിയുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു തആല ഹിദായത്ത് തരണം. അല്ലാഹു ഹിദായത്തിനെ തുറന്നു തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല തിരഞ്ഞെടുത്തു? അള്ളാഹിന്റെ മുന്നിൽ ആ രൂപത്തിൽ അബദ് നിന്നു. അപ്പൊ അല്ലാഹു തആല തിരഞ്ഞെടുക്കും. അല്ലാഹു നമ്മളെയും തിരഞ്ഞെടുത്ത് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഖൽബിനെ അള്ളാഹിന്റെ പൊരുത്തത്തിലേക്ക് വിടണം. എന്നിട്ട് സ്വലാത്ത് നിർത്തുകയും വേണ്ട. ഞാൻ നല്ലോനാണെന്ന് വിചാരിച്ച സ്വലാത്ത് അവസാനിപ്പിച്ചിട്ട് ഞാൻ മോശപ്പെട്ടവനാണെന്ന് വിചാരിച്ചു ഇന്ന് മുതൽ സ്വലാത്തില്ല. സ്വലാത്ത് നിർത്തണ്ട. മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ മോശപ്പെട്ടവനാണ്, എനിക്ക് നന്നാകണം എന്നാണ് വിചാരിക്കുക. അതേതുവരെ യഖീനാകുന്ന മരണം വരുന്നത് വരെ പണിയെടുക്കുക. അതുവരെ വിചാരിക്കുക ഞാൻ നല്ലോനല്ല. കണ്ട കുട്ടികളെ മുഴുവനും കാണുമ്പോൾ ദ്വാരപ്പിക്കും മഹാനായ ബാഫക്ക് തങ്ങൾ. ആ മരിക്കുന്നത് 972 എത്ര കൊല്ലം? 19 കൊല്ലം കഴിഞ്ഞു. 48 കൊല്ലം കഴിഞ്ഞു. ആര് മരിച്ചിട്ട്? ബാഫക്ക് തങ്ങൾ 48 കൊല്ലം കഴിഞ്ഞു. അറബി കണക്കിൽ 50 കൊല്ലമായിട്ടുണ്ടാവും. ഇംഗ്ലീഷ് കണക്കിൽ 48 കൊല്ലം കഴിഞ്ഞല്ലോ. 19 കൊല്ലത്തിനുള്ളിൽ ആ മനുഷ്യനെ പറയാത്ത ഒരു ദിവസവും ഒരു നേരവും നമുക്ക് ഇല്ല. ആ മനുഷ്യൻ അത്ര വലിയ ആലിമല്ല. ആര്? പള്ളി ദർസിൽ പോയി കുറച്ചൊക്കെ ഓതിയിട്ടുണ്ട്. പിന്നെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കാരണം ബർമ്മയിലേക്ക് പോയി. എന്തിന്? കച്ചവടത്തിന്. പിന്നെ ബർമ്മയിലും സിനോളിലെ കച്ചവടം ഒഴിവാക്കിയിട്ട് കോഴിക്കോട്ട് പിന്നെ കൊല്ലങ്ങാടിയിലെ കച്ചവടം തുടങ്ങി. അരിക്കാരൻ തങ്ങൾ എന്നാ പേര് പറഞ്ഞിരുന്നത്. ആരെ? ബാഫക്ക് തങ്ങളെ. അത്ര വലിയ വിദ്യാഭ്യാസ വിചക്ഷണമല്ല, വലിയൊരു ആലിമോ അല്ല, തീരെ കിതാബ് ഓതിയിട്ടില്ല എന്നല്ല. ഇന്നിപ്പോ നമ്മൾ പറയുന്ന ഒരു സ്ഥാനത്തൊരു ഫത്വ കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇൽമിന്റെ ബഹറായ ഒരാളൊന്നും അല്ല. ആര്? ബാഫക്ക് തങ്ങൾ. കുട്ടികളെ മനസ്സാ. ഒരു കുട്ടിയെ കണ്ടാൽ പറയും, മോനെ എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടാ, ഈ പാവത്തിന് വേണ്ടി ദ്വാരക്കണം കേട്ടോ. കണ്ടോരോട് മുഴുവൻ പറയാം. ആരോട് പറയാം? മദ്രസ വിട്ട് വന്ന കുട്ടികളെ നടന്നെടുക്കുക. എന്നിട്ട് ആ കുട്ടികൾക്ക് മുട്ടായി വാങ്ങി നടക്കുക. മദ്രസ വിട്ടു കൊണ്ട കുട്ടികളെ കണ്ടാൽ കാറ് നിർത്തുക. എന്നിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക? മുട്ടായി കൊടുക്കുക. എന്നിട്ട് പറയാം, നിങ്ങൾ തങ്ങളപ്പാക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ എന്ന് ആരോട് പറയാ? കുട്ടികളോട് പറയാം. മദ്രസ ഉണ്ടാക്കിയ ആ മനുഷ്യൻ അല്ലാഹു തിരഞ്ഞെടുത്തു. ആ മനുഷ്യനെ അല്ലാഹു തിരഞ്ഞെടുത്തു. അത് ഹൃദയത്തിൻ്റെ വലുപ്പമാണ്. നമ്മൾ സ്വലാത്ത് നിർത്തണ്ട. അതേ സമയത്ത് ഇതുവരെ ഞാൻ നന്നായി എന്ന് വിചാരിച്ച് തുടങ്ങിയ ചൊല്ലിയിരുന്ന സ്വലാത്ത് ഞാൻ നന്നായിട്ടില്ല എന്ന് വിചാരിച്ചില്ല. എനിക്ക് നന്നാവ് തന്നെ വേണം. എന്നിട്ട് എന്തൊക്കെയാണോ നമ്മൾ നന്നാക്കേണ്ടത് ഒക്കെ നന്നാക്കുക. ഖൽബിൽ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും കൊണ്ടുവരിക. അവർ കുടി പാർക്കണമെങ്കിൽ എന്തൊക്കെ എനിക്ക് അനാവശ്യമാണ് എൻ്റെ ഖൽബിൽ കയറി കൂടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മളെ അവസ്ഥയിലേക്ക് ചിന്തിക്കുക. ഭൂമിയെ അവസാനിക്കും. ഭൂമിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭൂമിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഭൂമി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല വലിയ ദറജ തരും. ഒരു ചായക്കച്ചവടക്കാരത്തിയായ ഒരു ഉമ്മ, ഭർത്താവ് ചെറുപ്പകാലത്ത് 2-3-4 കുട്ടികളുണ്ടായപ്പോഴത്തേന് ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഈ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഒരു ചായക്കച്ചവടം തുടങ്ങി. നമ്മളെ കേരളത്തിൽ ഈ അടുത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയുന്നത്. അങ്ങനെ ഈ കുട്ടികളെ പോറ്റി ചായ പീടികയിൽ ചായക്കച്ചവടം ചെയ്ത് ഈ പാവപ്പെട്ട സ്ത്രീ ഒരു ചെറിയ കുട്ടിയെ എൻ്റെ കയ്യിൽ ചായ കൊടുത്തേക്കും. ആരെങ്കിലും പുറത്തേക്ക് മുഖം കാണൂല ആരും. ആ ചായക്കച്ചവടം ചെയ്ത് കുട്ടികളെ ഉപജീവനം നടത്തി. അതിന് അന്നുള്ളൊരു ചായ അരിക്ക് വേണ്ടി മാത്രം ഒരു ചായക്കച്ചവടം നടത്തും. അതിന് അരിക്കുള്ള പൈസ അയാൾ നിർത്തും. പിന്നെ അങ്ങനെയാണ് കൊണ്ടുനടന്നിരുന്നൊരു പാവപ്പെട്ട സ്ത്രീ. ആ സ്ത്രീക്ക് അല്ലാഹു തആല വിലായത്തിൻ്റെ പദവി നൽകിയ സംഭവം ആ സ്ത്രീയുടെ മകൻ തന്നെ ഈ ആഴ്ച എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സാധാരണ നാടൻ സ്ത്രീ ദുനിയാവിലുള്ള അസ്റാറുകൾ പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മാന്ന് മകനോട് പറഞ്ഞു. ദുനിയാവിലെ അത്ഭുതകരമായ അസ്റാറുകൾ പറയും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്തായി കേൾക്കണേ? ഒരു സാധുവായ ഒരു നാടൻ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ. ആ പാവപ്പെട്ട സ്ത്രീക്ക് അല്ലാഹു തആല വിലായത്ത് നൽകി. ആലിമത്താണോ അല്ല, വലിയ ആലിമത്താണോ അല്ല, വലിയ കിതാബ് ഓതിയിട്ടുണ്ടോ ഇല്ല, ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഉമ്മ പറയും. ആർക്കും അറിയാത്ത വിഷയങ്ങൾ പറയും, അത്ഭുതങ്ങൾ പറയും.
അത്ഭുതകരമായ ദീനിന്റെ പല കാര്യങ്ങളെയും കളവാക്കുന്ന ആളുകൾ വരെ ഉമ്മാന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യിപ്പിക്കൽ പതിവുണ്ടായിരുന്നു. വിലായത്തിന്റെ പദവി ഉണ്ടായി എൻ്റെ ഉമ്മാക്ക് എന്ന ഉമ്മാന്റെ മകന് എന്നോട് പറഞ്ഞു, ഈ ആഴ്ച ഒരിക്കലും കളവ് പറയാൻ സാധ്യതയില്ലാത്ത വളരെ സ്വാലിയായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് വിലായത്തിന്റെ പദവി ഉണ്ടായിരുന്നു. ആരാ പറയുന്നത്? മോൻ വലിയ ആലിമാണ്, പക്ഷെ മോൻ പറയാ വിലായത്തിന്റെ പദവി എനിക്കല്ല, എൻ്റെ ഉമ്മാക്കാണ്. എൻ്റെ അമ്മാക്കോ ഒരു വിവരമല്ല. തനി നാടൻ സ്ത്രീ വിലായത്തിന്റെ പദവി അള്ളാഹു കൊടുത്തു. എന്തുകൊണ്ട്? ഖൽബിനെ നന്നാക്കി. ഖൽബ് അള്ളാഹ് ആർക്കും നന്നാകാൻ കഴിയും. വലിയ ആലിമൊന്നും ആകണ്ട. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. പടച്ചോനെ പേടിച്ച് ജീവിച്ചാൽ ആവശ്യങ്ങളെ വിവരം ആര് പറഞ്ഞുതരും? അള്ളാഹ് പറഞ്ഞുതരും. പിന്നെ പേടി മേടിക്കണ്ട. ഖൽബ് നന്നാക്കുക. ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്ന ബോധം ഉണ്ടാവുക. നാട്ടുകാരെ കുറ്റം കുറവൊക്കെ നോക്കുന്ന പണി നമ്മൾ അവസാനിപ്പിക്കുക. ഓരോ സെക്കൻഡിലും ഖബറിൽ നമ്മൾ അങ്ങനെ കിടക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു സെക്കൻഡ് ചിന്തിക്കുക. ഒരു സെക്കൻഡ് നമ്മളെ ഖബറിൽ നമ്മൾ കിടക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നുമില്ല എന്നാണാവാലോ. അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടല്ലാതെ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഖൽബ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ശുദ്ധീകരിച്ചാലല്ലാതെ അള്ളാഹു തല സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിസ്കരിച്ചു, അള്ളാഹ് സ്വീകരിക്കുന്ന എന്തുറപ്പുള്ളു? നോമ്പോറ്റു, അള്ളാഹു സ്വീകരിക്കുമെന്ന് എന്തുറപ്പുള്ളു? സ്വലാത്തിൽ ദിക്റില്ലേ, അള്ളാഹ് ഒരു ഉറപ്പില്ല. പക്ഷെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയം ശുദ്ധിയായാൽ എല്ലാം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ച് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എങ്ങനെ സുന്നിയായോ അങ്ങനെ ചെയ്യോ, അങ്ങനെ മുന്നോട്ട് പോവുക. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. കേവലമുള്ള ഇന്നത്തെ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ തകർന്ന് നാശമായി പോകാതിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹിന്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഇബാദിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിലേക്ക് നമ്മെ ചേർത്ത് തരട്ടെ. അല്ലാഹുവിന്റെ സാലിഹീങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് തരട്ടെ. എനിക്ക് രക്ഷപ്പെടണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഈ ഞാനടക്കം രക്ഷപ്പെടുന്ന കാര്യം അല്ലാഹു ആലം അറിയൂല. രക്ഷപ്പെടുന്ന കാര്യം അറിയില്ല. അല്ലാഹു റഹ്മത്ത് ചെയ്താലല്ലാതെ രക്ഷപ്പെടുന്ന ഒരു പണിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത എനിക്ക് ഓർമ്മയില്ല. അല്ലാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹു രക്ഷപ്പെടുത്തി തരാവുന്ന ഒരു പണിയെടുത്ത ഓർമ്മയില്ല. അള്ളാഹു റഹ്മത്ത് ചെയ്താലല്ലാതെ രക്ഷപ്പെടുന്ന എനിക്ക് തോന്നണില്ല. കാലം വളരെ കടാണ്. മരണത്തിന്റെ വെളിയാളം തുടങ്ങാനായി, അല്ലെങ്കിൽ വെളിയാളം വന്നു, നമുക്കതിനെ പറ്റി അറിയൂല. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി ഖൽബ് ശുദ്ധിയാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ മനസ്സിലാക്കിയത്, അപ്രകാരം മനസ്സിലാക്കുക. മനസ്സിൽ നിന്ന് ശത്രുതയും മറ്റൊക്കെ നീക്കുക. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരു വാക്കുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരാൾ മരിച്ചു, ഒരാൾ മരിച്ചപ്പോൾ 4 പരക്കാര് പറഞ്ഞ്, അയാളെ പരിസരത്തെ 4 പരക്കാര് പറഞ്ഞു, ഒരാൾ മരിച്ചു. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കും, ഒരൊറ്റ മിനിറ്റ്. ഒരു മനുഷ്യൻ മരിച്ചു. അയാളെ പരിസരത്തെ ഇടമലുള്ള 4 പരക്കാര് പറഞ്ഞു, അയാളെ കൊണ്ട് നമുക്ക് ഖൈറല്ലാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയും, കാനഫിഹി ശർറൊക്കെ കുറച്ചോൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. വലാകിന്നക്കും ശുഹദാഇ ഫിൽ അർദ്. അവൻ്റെ പരിസരത്തെ ആളുകൾ അവനെപ്പറ്റി നോക്കാൻ ഞാൻ ഏൽപ്പിച്ച സാക്ഷികളാ. നിങ്ങൾക്കും അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ് ആയതുകൊണ്ട് ഞാൻ കണ്ട മോശമൊക്കെ ഞാൻ വായിച്ചു. നമ്മൾ മരിച്ചാൽ നമ്മളെ പരിസരത്തെ പേരക്കാർ ഇങ്ങനെ പറയുമോ? പറഞ്ഞാൽ അത് മതിയല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ഹദീസ് ഇത് റസൂൽ പറയുന്നത് എവിടെയെന്നറിയോ? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന ആയത്ത് വിശദീകരിക്കുമ്പോഴാണ് റസൂൽ ഈ ഹദീസ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ രൂപത്തിൽ നമ്മളെ മനസ്സിനെ നമ്മൾ നന്നാക്കണം. ആ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഖബറാകത്തുനിന്ന് സലാമിനെ കേട്ടാരെ ഖബറാകത്തുള്ളവരോട് മുളിന്തോവർ
ഖബറകത്തു നിന്നൊക്കെ സലാമിനെ കേൾക്കുകയും ഖബറിൻ്റെ അടുത്തുള്ളവരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്ത ആളുകൾ, സാധാരണക്കാരായ ആളുകൾ വരെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. 2003 ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. 2003 ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്ത്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവർ 1999 രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എപ്പോൾ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ പോയിട്ട് മാ ദഖൽതു ളരീഹൽ ഹുസൈൻ വസല്ലംതു അലൈഹി ഇല്ലാ സമിഅതു റദ്ദ സലാം ഇല്ലാ മറത്തൻ വാഹിദ ഫഖഅതു വബകൈതു ഹസീനൻ. ഞാൻ എപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ പ്രവേശിച്ച്, ബഹുമാനപ്പെട്ട അസ്ഹർ ഷരീഫിന്റെ തൊട്ട് മുന്നിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തല മറവീതിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാന, 20-ാം നൂറ്റാണ്ടിലെ വലിയ മുഹദ്ദിസും വലിയ ഫഖീഹും വലിയ മുഫസ്സിറുൽ ഖുർആനുമായിരുന്നു ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി. വലിയ ഷാഫിഈ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അസ്ഹർ ഷരീഫിലെ ജോലി ചെയ്യുമ്പോഴും അല്ലാത്ത കാലത്തൊക്കെ ഞാൻ നേരെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖബറയിൽ എപ്പോഴും പോകും. ചെന്നിട്ട് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും എന്ന് പറയും. മാ ദഖൽതു ളരീഹൽ ഹുസൈൻ വഅൽഖൈതു അലൈഹി സലാം ഇല്ലാ സമിഅതു റദ്ദ സലാം മിൻഹു. ഞാൻ എപ്പോൾ പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവർ എനിക്ക് എന്ത് പറയും? അലൈക്കും സലാം സ്ഥിരമായി പറയും. ഇല്ല മറത്തൻ വാഹിദ. ഒരിക്കൽ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മഖബറിൽ പോയി സലാം പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു സലാം മടക്കി. ഞാൻ വീണുപോയി, ബക്കൈതു, ഞാൻ കരഞ്ഞുപോയി, വകുന്തു ഹസീനൻ, ഞാൻ ഭയങ്കര ദുഃഖിതനായി. കാരണം അവരെന്നോട് സലാം മടക്കിയില്ല. ഫജാഅനി ഫി റൂയ ഫി തിൽക ലൈല ലമ്മാ നിംത്. ആ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ജാഅനി അൽ ഹുസൈൻ യാ ഷറാബി ലാ തഗ്ളബ് ഫഇന്ന വഖത മജീഇക വഖത സലാമിക കാന വഖതു ഖുദൂമി ജദ്ദി അൽ മുസ്തഫ വകുൻതു മശ്ഗൂലൻ ബിഹി. നിങ്ങൾ എനിക്ക് വന്ന് സലാം പറയുമ്പോൾ റസൂലുള്ളാഹി മഖബറയിൽ വന്ന നേരമായിരുന്നു. ഞാൻ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ തങ്ങൾ വന്ന് സലാം പറഞ്ഞ്, അതുകൊണ്ടാണ് സലാം പടക്കാത്തത്, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ ദുഃഖം തീർത്ത് തിരിച്ചുപോയി. അവിടേക്കൊക്കെ എത്താൻ കഴിയടാ, ഒരു പേടി പേടിക്കണ്ട, അവിടേക്ക് എത്താൻ നമുക്കും കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖൽബിന്റെ ഉള്ളിലെ വൃത്തികളൊക്കെ നീക്കിയിട്ട് അവിടേക്ക് എത്താൻ കഴിയും. ഒരു പേടി പേടിക്കണ്ട. യാ ഷഅറാബി ലാ തഗ്ളബ് ലമ്മാ കാന വഖ്തു മജീഇക വവഖ്തു സലാമിക കാന വഖ്തു ഖുദൂമി ജദ്ദി അൽ മുസ്തഫ വകുൻതു മശ്ഗൂലൻ ബിഹി ലാ തഗ്ളബ്. വല്ലിപ്പക്ക് എൻ്റെ റസൂലുള്ളാഹി, എൻ്റെ വല്ലിപ്പയായ മുത്ത് മുഹമ്മദ് മുസ്തഫ മഖബറയിൽ വന്ന നേരത്താണ് നിങ്ങൾ വന്നത്. നിങ്ങൾ സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ രാത്രി വന്നു. ഫജാഅനി തിൽക ലൈല. ആ രാത്രി വന്നു. ആര്? സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇതെന്ന് ഞാൻ വെറുതെ പറയുന്നല്ല, 10,000 തെളിവ് ഞാൻ പറയും ഈ ജാതി സംഭവങ്ങൾക്ക്. അതൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അവർക്ക് അള്ളാഹു ആദ്യം നന്നാക്കി കൊടുക്കൽ ഹൃദയം നന്നാകാത്ത കാര്യമല്ല. നല്ലോണം ഓത്ത് പഠിച്ച ഒരാളുണ്ടായിരുന്നു, നല്ല ഉഷാറായി ഓത്ത് പഠിച്ച ഒരാളുണ്ടായിരുന്നു. ആ നാട്ടിലെ സൂഫിയായ ഒരു മനുഷ്യനെ കാണാൻ പോയി. ഓത്ത് വല്ലേ ഉഷാറായി ഓത്ത് പഠിച്ച ഒരാളുണ്ടായിരുന്നു, നല്ല മനോഹരമായി തജ്വീദ് അനുസരിച്ച് ഓതും. അങ്ങനത്തെ ഒരു വലിയ ആലിമായ ഒരാളുണ്ടായിരുന്നു, വലിയ ഓത്ത് പഠിച്ച നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ആ കാലത്ത് ഒരു സൂഫിയായ മനുഷ്യനെ കാണാൻ പോയി. അങ്ങനെ ആ സൂഫിയായ മനുഷ്യനെ കാണാൻ വേണ്ടി ചെന്ന് ഒരു കാട്ടിൻ്റെ മരുഭൂമിയിൽ ഒരു സൈഡിൽ ഒരു ചെറിയ മണ്ഡപമൊക്കെ കിട്ടിയിട്ട് അവിടെ അങ്ങനെ ഇബാദത്ത് കൂടിയാണ് ഈ സൂഫിയായ മനുഷ്യൻ. അങ്ങനെ മഗ്‌രിബിൻ്റെ നേരത്ത് ആ സൂഫിയുടെ മണ്ഡപത്തിലെത്തി സലാം പറഞ്ഞ്, ഇവിടെ പുറത്തോളം ഇന്ന് ഇവിടെ നാളെ പോകാമെന്നൊക്കെ പറഞ്ഞ് സൂഫിനെ കാണാൻ ചെന്നാലേ. അങ്ങനെ മഗ്‌രിബിൻ്റെ നേരമായപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി സൂഫിനെ തന്നെ നിർത്തി. സൂഫി ഇമാമത്ത് നിർത്തി. ഈ ആലിമായ മനുഷ്യൻ അല്ലേ, സൂഫിയല്ലേ, ഫാത്തിഹ സൂറത്തൊക്കെ തെറ്റി ആർക്ക്? സൂഫിക്ക്. അപ്പോൾ ഈ ആലിമായ മനുഷ്യൻ ചിന്തിച്ച്, പഠിച്ചവനെ എൻ്റെ ഇന്നത്തെ യാത്ര നഷ്ടം, ജാതിരി ജാഹിലിയാണോ ഞാൻ കാണാൻ വന്ന്. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം നട്ടപ്പാതിരിക്ക് പോകാനും വയ്യ, നേരം വെളുക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ കൂടി. അപ്പോൾ ഇയാൾക്കൊന്ന് മറക്കിരിക്കണം, ഒന്ന് കുളിക്കും വേണം. അത് സൂഫിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുറച്ച് അപ്പുറത്തൊരു വെള്ളച്ചാലുണ്ട്,
ഞാൻ അവിടെ പോയിട്ടാണ് ഇരിക്കാറുള്ളത്, അവിടുന്ന് കുളിക്കാനുള്ളത്, അവിടെ പോയി കളി. അങ്ങനെ അവിടെ പോയി ഇയാളെ പറഞ്ഞയച്ച് ഇയാൾ കുളിക്കാൻ വേണ്ടി പോയി. കുളിക്കാൻ ആ വെള്ളച്ചാലിൻ്റെ അടുത്തേക്ക് ഇയാളുണ്ട്. എത്തിയപ്പോഴുണ്ട് ഇയാൾ പാഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നു മണ്ഡപത്തിൻ്റെ അടുത്തേക്ക്. ഇതേ വെച്ച് ഒരു സിംഹൻ്റെ അവിടെ കാണാം. ആരോട്? സൂഫിയോട്. സിംഹനെ ആട്ടി സിംഹം അവിടെ ഉണ്ട്, ഞാൻ പാഞ്ഞതാണ് അവിടെ നിന്ന്. അപ്പോൾ സൂഫി ഇയാളോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടോ, വരുന്ന ആലിമിൻ്റെ കയ്യും പിടിച്ച് നേരെ പോയി നോക്കുമ്പോൾ സിംഹം അവിടെ ഉണ്ട്. സിംഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, എൻ്റെ വിരുന്നുകാരോട് കുതിര വിടരുത്, എൻ്റെ വിരുന്നുകാരെ പേടിപ്പിക്കരുതെന്ന് ഞാൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വിരുന്നുകാരനാണ്, എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പണിയാക്കി പോയിക്കോ. ഈ കാട്ടിൽ വേറെയും മൃഗങ്ങളുണ്ട്, എൻ്റെ ഇരകളെ കിട്ടും. എന്നെ കാണാൻ വേണ്ടി വന്ന ആളെ പേടിപ്പിക്കരുതെന്ന് ആരോട് പറഞ്ഞ്? സിംഹത്തോട് പറഞ്ഞ്. ഇത് കേട്ടതോടോട് ബാലാട്ടി സിംഹം എരിച്ചും പോയി. ആരടുത്താണ് അല്ലാഹ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതൊക്കെ കൃത്യമായി താരീഖ്, വളരെ കൃത്യമായി താരീഖുള്ളത്. വെറുതെ ഞാൻ പറയല്ല. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. അതിനർത്ഥം ഒത്തു പഠിക്കേണ്ടതൊന്നുമല്ല. നമ്മൾ പഠിച്ചതിൽ നമ്മൾ അംഗീകരിച്ച് നടക്കുക. അതേ സമയത്ത് ഒരു മനുഷ്യന് അത്ര അറിവൊന്നുമില്ല, പക്ഷെ അയാൾക്ക് കൽബിൻ്റെ ഉള്ളിൽ വളരെ വിനയവും താഴ്മയും പടച്ചോനെ പേടിയും ഒതുക്കുണ്ടെങ്കിൽ അയാളൊപ്പാണ് ആരുണ്ടാവുക? അള്ളാഹു റസൂൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലെത്താൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നും അതിന് ഈ റബീഉൽ അവ്വലിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യണമെന്നും ആ നിലക്ക് നമ്മൾ ഒരു അമലിൽ നിന്നും പുറകോട്ട് പോകേണ്ട. ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും അമലുകൾ എന്താണെങ്കിലും അതിനൊരിക്കലും പുറകോട്ട് പോകരുത്. അതേസമയത്ത് ഹൃദയം ശുദ്ധീകരിക്കുന്ന ഖൈറായ കാര്യങ്ങളിൽ ഓരോരുത്തരും ബന്ധപ്പെടണമെന്നും അയൽവാസികൾ, നാട്ടുകാർ, അവരെ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ നല്ലത് പറയിപ്പിക്കാൻ കഴിഞ്ഞു അതൊക്കെ ചെയ്യണം. എവിടെയെങ്കിലും ഒരാളെയെങ്കിലും നാവ് കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പൊരുത്തപ്പെടിക്കുകയും പടച്ചതമ്പുരാന്റെ പൊരുത്തം നമ്മൾ കാക്ഷിക്കുകയും ചെയ്യണം. അതാണ് റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കൽ. എന്തുകൊണ്ട്? ഹബീബായ നബി സിറാജും മുനീറാണ്. നമ്മൾ റസൂലുള്ളാഹിനെ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് റസൂൽ നമ്മളെ ഉള്ളിൽ പ്രവേശിക്കാത്തത്. കാരണം റസൂൽ ആരാണ്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജും മുനീറ. നമ്മൾ വാതിലടച്ച് വെച്ച ഒരു ഇരുട്ട് മുറിയാക്കിയിട്ട് എല്ലാ നിലയിലും എല്ലാ വാതിലും ജനലും ഒക്കെ കൊട്ടിയടച്ച് വെച്ച ഒരു മുറിയുടെ ഉള്ളിലേക്ക് സൂര്യൻ വരാത്തത് സൂര്യന്റെ കുറ്റല്ല. അതേസമയത്ത് സൂര്യൻ മുനീറാണ്. സൂര്യന്റെ മുന്നിലേക്ക് വെളിവാകേണ്ട ഒരു ഉത്തരവാദിത്തം വസ്തുവിനുണ്ട്. ആ വസ്തുവിനെ പ്രകാശിപ്പിക്കേണ്ട ബാധ്യത മാത്രമേ ആർക്കുള്ളൂ? സൂര്യനുള്ളൂ. നമ്മൾ സ്വലാത്തിലുണ്ട്, ഇപ്പോഴും നമ്മൾ മനസ്സ് വെളിവാക്കിയിട്ടില്ല. ആർക്ക്? റസൂലുള്ളാഹിക്ക്. ഈ വാക്ക് മറക്കരുത്. ഒരൊറ്റ കൊല്ലം ചിന്തിക്കണം. അടുത്തോലെ നമുക്ക് വേറെ പറയാം. ഈ കൊല്ലം ചിന്തിക്കുക. ഒരു കൊല്ലം ഏത്? ഏതൊന്നിലും പ്രകാശം നൽകാൻ കഴിയുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ എന്തേ നമ്മളെ കൽബിലേക്ക് പ്രകാശം കിട്ടാഞ്ഞു? നമ്മൾ കൊട്ടി അടച്ചിട്ട് പാത്തു വെച്ചു. നമ്മൾ അങ്ങോട്ട് മുന്നിലേക്ക് പോയി നിൽക്കണം. ആരുടെ മുന്നിൽ? റസൂലുള്ളാഹിനെ. അള്ളാഹിനോടും റസൂലിനോടും നട്ടപ്പാതിരക്ക് പറയണം, പടച്ചോനെ ഇത് കഴുകിക്കൊണ്ടാൽ. മുത്തുനബിയോട് പറയണം, മുത്തുനബിയേ എൻ്റെ നിങ്ങൾ കഴുകി തരണം. ഇപ്പോഴും അധികാരമുള്ള ആളാണ് ഹബീബായ റസൂലുള്ളാഹി. ഏതൊരാളെയും ഇരുട്ടുന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. റസൂലുള്ളാഹിക്കാണ് കൊടുക്കണം. എന്നിട്ട് കൽബിനെ അള്ളാഹു റസൂൽ ശുദ്ധീകരിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ, ബഹുമാനപ്പെട്ട മെഹബൂബ് ഫൈസി അടക്കം അവരുടെ കുടുംബം, അള്ളാഹു തആല അതിൻ്റെ പിന്നിൽ, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു തആല ഖൈറും ബറക്കത്തും തുറന്നു തരട്ടെ. റഹ്മത്തിൻ്റെ വാതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. ഈ കുടുംബത്തിന് അള്ളാഹു തആല പ്രത്യേക ഖൈറിൻ്റെ വാതിൽ അള്ളാഹു തആല തുറന്നു തരട്ടെ. കരിയന്തോട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു തആല സഹായിക്കട്ടെ. ഈ നാട്ടിന് അള്ളാഹു തആല വലിയ ഖൈറിൻ്റെ വാതിൽ തുറക്കട്ടെ. ഈ നാട്ടിന് അള്ളാഹു തആല വലിയ ബറക്കത്തിൻ്റെ വാതിൽ തുറക്കട്ടെ. എമ്പാട് തുറന്നിട്ടുണ്ട്, ഇനിയും എമ്പാടും ഖൈറിൻ്റെ വാതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും ഈ നാടിനെയും നാട്ടുകാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വന്നുപെട്ട് എന്തെങ്കിലും വല്ല പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നീക്കി തരട്ടെ. ഭയാനകമായ വിപത്തുകളിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാനാ ജാതി മതസ്ഥർ
നാനാജാതി മതസ്ഥർക്കും അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ നാനാജാതി മതസ്ഥർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഇസ്സത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ രാജ്യത്തുള്ള സകല പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരട്ടെ. പരിശുദ്ധ കഅബാലയത്തിലേക്കും ഹബീബായ റസൂലുള്ളാഹിയുടെ റൗളത്ത് ശരീഫയിലേക്കുമുള്ള അകലം അല്ലാഹു തആല കുറച്ചു തരട്ടെ. അവിടേക്ക് പോകാൻ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അവിടേക്കുള്ള എല്ലാ വഴിയും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആ വഴി അല്ലാഹു തുറന്നു തരട്ടെ. ആ വഴി അല്ലാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹു എല്ലാ നിലയിലും നമ്മെ സഹായിക്കട്ടെ. ആത്മാർത്ഥമായ ദുആ ആണെങ്കിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ദുആയും വെറുതെ ആവില്ല. ദുആയേക്കാൾ വലിയൊരു അമലില്ല. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞാണ് പറഞ്ഞാൽ അല്ലാഹു പ്രയാസങ്ങളെ ദൂരീകരിക്കും. ഏറ്റവും വലിയ കാര്യം ഈ പറഞ്ഞതിനൊന്നും നമ്മളറിയില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഖബറിൽ നിന്ന് സലാം പറയുകയും ഒരിക്കൽ സലാം അടക്കാത്ത വന്നപ്പോൾ സാരല്ല എന്ന് വന്ന് പറഞ്ഞ ആൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അവരുടെയൊക്കെ ദറജ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇനിയും ഭൂമിയിലുണ്ടാകാവുന്ന ദറജയാണ്. അള്ളാഹു നമ്മളെ ഖൽബ് തുറന്നു തരട്ടെ. നമ്മളൊക്കെ പാപികളായ ദോഷികളായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ. പിന്നെ ഇതൊരു ഖൈറായൊരു മജ്ലിസാണ്. ഈ മജ്ലിസിനെ സഹായിച്ചവരെല്ലാം അള്ളാഹു സഹായിക്കട്ടെ. പിന്നെ ഇവിടെ ഗർഭിണികൾ സുഖപ്രസവം അള്ളാഹു നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് സാലിയായ മക്കളെ കൊടുക്കട്ടെ. കടമുള്ളവർ പലരുണ്ട്. ഇന്ന് തന്നെ ഒരു സഹോദരൻ കടം കൊണ്ട് വലഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ആർക്കും ഒരാളെയും സഹായിക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുള്ളവർ, മുതലാളിമാരെ കയ്യിൽ പോലും പൈസ ഇല്ലാത്തൊരു സമയമാണിപ്പോൾ. അള്ളാഹുവിൻ്റെ ഖജനാവ് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു തല വീട്ടി തരട്ടെ. ഈ മജ്ലിസിൻ്റെ ബർക്കത്തുണ്ട്. ഈ മജ്ലിസിൽ എന്ത് നിയത്ത് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിലും ആ നിയത്ത് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. നല്ല നിയത്താണ് ചെയ്താൽ നല്ലൊരു നിയത്ത്, നല്ല നിയത്ത്. ഏറ്റവും വലിയ നിയത്ത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ നിയത്ത് ഒരു ബാധ്യതയും ഇല്ലാതെ ആഖിബത്ത് നന്നായി മരിച്ചു പോകുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسر بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبحرمة بسم الله الرحمن الرحيم وبجلال وثناء بسم الله الرحمن الرحيم وبجبروت وملكوت وكبرياء بسم الله الرحمن الرحيم وبعزة وقوة وقدرة بسم الله الرحمن الرحيم وبسر بسم الله الرحمن الرحيم وبسر بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين حمدا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد في الأولين. اللهم صل على سيدنا محمد في الآخرين. اللهم صل على سيدنا محمد في الملأ الأعلى إلى يوم الدين. الحمد لله بالإسلام. الحمد لله بالقرآن. الحمد لله بمحمد. الحمد لله بأهل السنة والجماعة. الحمد لله على كل حال حمدا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشد والتعسير وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين
وسائر بلاد المسلمين كل سم ناقع وداء قامع وباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وأن تصرف عنا الطاعون والبلاء وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار. പടച്ചോനെ ഈ മജ്‌ലിസിൽ വന്ന എല്ലാവരെയും സാലിഹാക്കണമേ. ഒരാളും ഫാസിഖായി വിധിക്കപ്പെട്ട ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത് പഠിച്ചോനെ. ഒക്കെ പുറത്തു തരണമേ റബ്ബ്. ഞങ്ങളെല്ലാം നീ പുറത്തു തരണമേ റബ്ബ്. നന്നാക്കണമേ റബ്ബ്. ഏത് സമയം ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞാൽ ഉടനെ മടക്കിയിരുന്ന മഹാനായ ശൈഖ് മുതവല്ലി ഷാറാബി തങ്ങളെ പറ്റിപ്പറ്റി ഞങ്ങൾ വരെ ഇവിടെ പറഞ്ഞു. പഠിച്ചോനെ ഞങ്ങൾക്കും ഇതിൻ്റെ പൊരുത്തം നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് ഏതൊരു ഹൃദയം അള്ളാഹിൻ്റെ കയ്യിൻ്റെ ഉള്ളിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മറിക്കാനും അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ കൽബിനെ നീ നല്ലതിലേക്ക് ആക്കണമേ റബ്ബ്. കടങ്ങളെ വീട്ടി തരണം റബ്ബ്. കടങ്ങളെ വീട്ടി തരണം റബ്ബ്. കടം തന്നും വെറുതെ തന്നും സഹായിച്ചവരെ നീ സഹായിക്കണമേ റബ്ബ്. പെൺകുട്ടികൾക്ക് നല്ല പുതിയാപ്പിളമാർ തരണമേ റബ്ബേ. കാര്യങ്ങളെ എളുപ്പമാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ഭാരമാകരുത് പഠിച്ചു നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. എല്ലാ നേരം രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ നീ കാത്തി രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ പ്രയാസപ്പെടാതെ അല്ലാഹു വരെ വിവാഹ ജീവിതവും മറ്റൊക്കെ ഹൈറാക്കണമേ റബ്ബേ. പുതിയ നിയമങ്ങളും മറ്റും ഞങ്ങളുടെ മക്കൾക്കൊരു പ്രയാസമാകരുത് പഠിച്ചു അല്ലാഹുവേ. ആ നിയമങ്ങളൊക്കെ പുനഃപരിശോധിച്ച് അല്ലാഹുവേ കാര്യങ്ങളൊക്കെ നീ റാഹത്താക്കണമേ റബ്ബേ. നിയമം മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ്. അവർക്ക് നല്ലതും നല്ല ചിന്തക്കും നല്ല പ്രവർത്തനത്തിനും നല്ല ബോധത്തിനും നല്ല സൗകര്യത്തിനും വേണ്ടിയാണ്. നിയമപാലകർക്കും നിയമമുണ്ടാക്കുന്നവർക്കും ബോധം കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഭരണാധികാരികൾ നല്ലവരാകണമേ റബ്ബേ. അവർ നല്ലത് ചിന്തിക്കണമേ റബ്ബേ. ഭരണീയർക്ക് നേട്ടവും നന്മയുള്ള കാര്യം മാത്രം അവർ ചെയ്യണമേ റബ്ബേ. ഭരണീയരെ പ്രയാസപ്പെടുത്തുന്ന നിയമങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകണമേ പഠിച്ചവനെ. അല്ലാഹുവേ ഈ ദുനിയാവിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. നീ ഞങ്ങൾക്ക് ആരോഗ്യം തരണമേ റബ്ബേ. 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 കൊറോണ പോലെയുള്ള രോഗം വരാതെ ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ റബ്ബേ. വന്നുപെട്ടവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ. എല്ലാ വൃദ്ധന്മാര് വൃദ്ധകൾ അവർക്കുള്ള എല്ലാ പ്രവനും അവർക്കൊന്നും ഇത്തരം രോഗം വരാതെ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും റഹ്മത്തും നൽകണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികളുടെ പഠിപ്പും പരീക്ഷയും ഒക്കെ ഹൈറാക്കി കൊടുക്കണമേ റബ്ബേ. അവരെ വിദ്യാലയങ്ങൾ ഹൈറായി തുറക്കണമേ റബ്ബേ. അവരെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകരുതേ പഠിച്ചവനെ. അല്ലാഹുവേ കൃഷിക്കാരൻ്റെ കൃഷിയിലും കച്ചവടക്കാരൻ്റെ കച്ചവടത്തിലും ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും എല്ലാം നീ റഹ്മത്തിനെ ചൊരിഞ്ഞു തരണമേ. യതീമക്കളെ പോറ്റുന്ന ഉമ്മമാർക്ക് നീ പ്രത്യേക ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഖൈറിനെ സഹായിക്കുന്ന പള്ളി മദ്രസ ദീനീ സ്ഥാപനങ്ങൾ കലാലയങ്ങൾ പോലെയുള്ള സംഗതികളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് നീ പ്രത്യേക ഖൈർ കൊടുക്കണമേ റബ്ബേ. അതിൻ്റെയൊക്കെ നന്മ ആഗ്രഹിച്ച് ഓടി നടക്കുന്ന ആളുകൾക്ക് ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെ സ്വർഗത്തിന് സബബാക്കണമേ റബ്ബേ. അത് ഞങ്ങൾക്ക് നരകം ക്ഷണിച്ചു വരുത്തരുതേ പഠിച്ചവനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മക്കായും മദീനായും എളുപ്പത്തിൽ ഞങ്ങളെ കണ്ണിൽ കാണിച്ചു തരണമേ റബ്ബേ. ഈ ഇരിക്കുന്ന ഒരാൾക്കും ഒരു ഹജ്ജില്ലാതെ മരിച്ചു പോകരുതേ പഠിച്ചവനെ. ഒരു മഖബൂലായ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഷറഫാക്കപ്പെട്ട വജ്ഹു ഷരീഫിന്റെ മുന്നിൽ പോയി അതബോട് സലാം അറിയാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഹബീബിനെ ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്ന സലാം ഹബീബ് മടക്കണമേ റബ്ബേ. ഹബീബ് സലാം മടക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. നിങ്ങൾ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ കുഞ്ഞുമക്കളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ മജ്ലിസിന് ഖൈർ നൽകണമേ റബ്ബേ. ദുആ കൊണ്ട് ഇജാബത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് നീ ഇജാബത്ത് നൽകണമേ തമ്പുരാനെ. ഏതൊക്കെ കാര്യങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ പ്രയാസവും നീക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും നീക്കണമേ റബ്ബേ. എല്ലാ കൊതികളും എത്തിക്കണമേ തമ്പുരാനെ. എല്ലാ ഖൈറുകളും എത്തിക്കണമേ റബ്ബേ. എല്ലാ ശർറുകളെയും ഒഴിവാക്കി തരണമേ റബ്ബേ. നസ്അലുക യാ അല്ലാഹു ബികുല്ലി മാ സഅലക മിൻഹു ഹബീബുക വസഫിയുക മുഹമ്മദുൻ വനഊദു ബിക മിൻ കുല്ലി മാ ഇസ്തആദക മിൻഹു ഹബീബുക വസഫിയുക മുഹമ്മദുൻ
അല്ലാഹുമ്മ അഅ്ദിനാ മിൻഹു യാ റഹ്മാൻ. ഞങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് ഭയപ്പെട്ട എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, വായുവിലും വെള്ളത്തിലും കരയിലുമുള്ള യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കണമേ തമ്പുരാനെ. ഒരാളെയും ഭയപ്പെടുന്ന രൂപത്തിലാക്കരുതേ പടച്ചോനെ. വായുവിലും വെള്ളത്തിലും കരയിലും ഞങ്ങളെ സംരക്ഷിക്കണമേ തമ്പുരാനെ. ഈ കുടുംബത്തിന് നീ പ്രത്യേക ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. വയസ്സിക്കും അവരെ ഉപ്പാക്കും, അവർ മരിച്ചുപോയ ഉമ്മാക്കും, അവരെ ചേട്ടനും ഈ കുടുംബത്തിലൊക്കെ നീ പ്രത്യേക ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് പ്രത്യേകം ഈ മഹത്തായ കാര്യം ഇവിടെ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചും പ്രവർത്തിച്ചവർക്കും, ഈ കാർപ്പറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും സദഖ ചെയ്തവർക്കും, ഇതൊക്കെ നന്നായി കാണാൻ ആഗ്രഹിച്ച് അതിന് വേണ്ടതെല്ലാം ചെയ്യാമെന്നും ചെയ്തും ശരീരം കൊണ്ടും ധനം കൊണ്ടും മറ്റു വാക്കുകൾ കൊണ്ടും സഹകരിച്ച ആളുകൾക്കെല്ലാം നീ ഖൈറിന്റെ വാക്കുകൾ തുറക്കണമേ റബ്ബേ. നിന്റെ ഖൈറിന്റെ കേന്ദ്രം തുറക്കണമേ റബ്ബേ. നിന്റെ ഖജനാവ് തുറക്കണമേ പടച്ചോനെ. അല്ലാഹ് നല്ല രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം ഉയർത്താൻ ഈ ഭൂമിയിൽ ഏതൊക്കെ രാജ്യത്തൊരാൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അയാളെ അമൽ സ്വീകരിക്കണമേ. അമൽ സ്വീകരിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാമം ഉയർത്തി കാണാൻ ആരൊക്കെ ആഗ്രഹിച്ചവരൊക്കെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാവരെയും സ്വഭാവം നന്നാക്കണമേ റബ്ബേ. ഇനി ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണമേ റബ്ബേ. സ്വഭാവം നന്നാക്കി തരണമേ റബ്ബേ. സ്വഭാവം നന്നാക്കി തരണമേ റബ്ബേ. 5 വഖ്ത് നിസ്കാരം നിലനിർത്തി തരണമേ റബ്ബേ. ദിക്റും സ്വലാത്തും നിലനിർത്തി അത് ആത്മാർത്ഥമായി ചെയ്യാനുള്ള തൗഫീഖും അതുകൊണ്ട് ഞങ്ങൾ ഖൽബ് നന്നാക്കി തരണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരുപാട് മരിച്ചുപോയ ആളുകളെ പറ്റി പറഞ്ഞു. ഒരു സയ്യിദിനടക്കം അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. ദറജകളെ ഏറ്റിക്കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, മരിച്ചുപോയവര്, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. മർഹമത്ത് നൽകണമേ റബ്ബേ. നിന്റെ ഫിർദൗസിന്റെ വാതിൽ തുറക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك. لقد دعوناك فأجبنا يا الله. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين. فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد اعترفنا بذنوبنا يا الله. وقد اعترفنا بذنوبنا يا الله. اللهم ولا تردن أيدينا خائبين. الله قدمنا أيدينا إليك بثنائك وثناء حبيبك وثناء دينك الإسلام وثناء قلب محمد وثناء أخلاق محمد وثناء أخلاق أصحاب محمد. اللهم إنا نتوسل إليك بتلك الأفعال المحمودة. اللهم لا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أجود الأجودين ويا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والأصحاب سلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഈ പാവപ്പെട്ടവന് വേണ്ടി, മരിച്ചുപോയതിൻ്റെ ഉപ്പാക്ക് വേണ്ടി, രോഗിയായ ഉമ്മാക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യും. ഇത് വാക്കിലൂടെ ഞങ്ങൾക്ക് വിഷമം തോന്നി ക്ഷമിക്കുകയും വേണം. ഇന്ന് വളരെ താഴ്മയായി ഞങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ പൊരുത്തമുള്ള മജ്ലിസിലും ഇനിയും കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.